ശ്രീമദ് ഭാഗവതം ക്ലാസ് 299. നമ്മളിന്ന് സ്കന്ധം 11 7-ാമത്തെ അധ്യായമാണ് നോക്കുന്നത്. അവധൂത ഇതിഹാസമാണ്. അവധൂതൻ എന്ന് പറയുമ്പോൾ ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ കാര്യമെല്ലാമാണ് പറയുന്നത്. ലോകം തന്നെ ബ്രഹ്മത്തിൽ ലയിക്കാൻ പോവുകയാണ്. അപ്പോൾ ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള വഴി അതോടുകൂടി പറയുന്നതായിട്ട് കണ്ടാൽ മതി. അപ്പം കൃഷ്ണൻ പറയുകയാണ്, മഹാഭാഗ്യവാനി, എന്നാൽ ചെയ്യുവാൻ ആഗ്രഹിക്കപ്പെട്ടതാണ് നീ പറഞ്ഞത്. ബ്രഹ്മദേവനും പരമേശ്വരനും ലോകപാലകരുമെല്ലാം എനിക്ക് വൈകുണ്ഠവാസത്തെ ആഗ്രഹിക്കുന്നു. ഞാൻ വൈകുണ്ഠത്തിൽ വന്ന് വസിക്കുവാനുള്ള ആഗ്രഹം അവർക്കെല്ലാം. അതുകൊണ്ടാണ് വൈകുണ്ഠത്തിലേക്ക് വരാൻ ക്ഷണിച്ചത്. ഞാൻ എൻ്റെ അംശമായ ആദിശേഷനോടൊപ്പം, രണ്ടും കൂടിയാലേ പൂർണ്ണമാവുകയുള്ളൂ. ആര്? കൃഷ്ണനും ബലരാമൻ, അല്ലെങ്കിൽ അതിൻ്റെ അംശമാണ്. ആദിശേഷനോടൊപ്പം എന്തു കാര്യത്തിനായി അവതരിച്ചുവോ ആ കാര്യം എന്നാൽ ഈ സ്ഥലങ്ങളിൽ ചെയ്യപ്പെട്ട് സമാപ്തിയാകപ്പെടുമല്ലോ. ആ കർമ്മം കൂടി ചെയ്യുമ്പോൾ പിന്നെ എനിക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമായി, എല്ലാം പൂർണ്ണമായി. യദുവംശം തമ്മിൽ തല്ലിക്കൊണ്ട് പരസ്പരം നശിപ്പാൻ പോകുന്നുവെന്നത് തീർച്ചയാണ്. യദുവംശം ഇനി തമ്മിൽ തല്ലി നശിക്കും. അതോടെ 7-ാം ദിവസം ദ്വാരക വെള്ളം കയറി മുങ്ങും. അതായത് ഇവർ തമ്മിൽ തല്ലിയിട്ട് നശിച്ചതിൻ്റെ ശേഷം പിന്നെ 7 ദിവസം കഴിയുമ്പോഴേക്ക് പ്രളയം വരും. ദ്വാരക വെള്ളത്തിൽ മുങ്ങും. ഈ ജഗത്ത് എന്നാൽ മോചിക്കപ്പെടുമ്പോൾ കലി അതിൻ്റെ പ്രഭാവത്താൽ ആക്രമിക്കപ്പെട്ടിട്ട് എല്ലാ മംഗളകരമായതിനെയും നശിപ്പിക്കും. അപ്പം ഞാനിവിടെ ഭൂമിയിലുള്ള എൻ്റെ ജോലി എന്താണ്? ഈ ഭൂമിയിലുള്ള എല്ലാവരെയും ഇല്ലാതാക്കുക. എല്ലാവരെയും കുറച്ച് പേരെ രക്ഷപ്പെടുന്നുണ്ട്, എന്നാലും ബാക്കി എല്ലാവരെയും ഇല്ലാതാക്കിയിട്ട് ഭൂമിയുടെ ഭാരം കുറച്ചിട്ട് ബാക്കിയുള്ളവർ മുകളിൽ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുമല്ലോ. അപ്പോൾ പിന്നെ കലി വന്നിട്ട് ബാക്കി എന്ത് ചെയ്തോളും? ഇതിനെയെല്ലാം ആക്രമിച്ചിട്ട് ഈ ഇവിടെ മംഗളകരമായ എല്ലാറ്റിനെയും നശിപ്പിച്ചിട്ടുണ്ട്. അപ്പം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയുകയാണ്. കലിയുഗം എന്നാൽ ത്യജിക്കപ്പെടുമ്പോൾ ജനങ്ങൾ അധർമ്മികളായി ഭവിക്കും. അപ്പോൾ ഈ ലോകം വസിക്കാൻ യോഗ്യമല്ല. കലി ഏറ്റെടുത്താൽ, നാശം നശിപ്പിക്കാൻ ഏറ്റെടുക്കുമ്പോൾ പിന്നെ ഞാനിവിടെ നിന്ന് പോകും. പിന്നെ ഈ ലോകം നശിക്കാൻ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് മാറും. അതുകൊണ്ട് നീ സ്വജനങ്ങളെയും ബന്ധുക്കളോടുമുള്ള സ്നേഹം പരിത്യജിച്ച് എന്നിൽ സമദൃഷ്ടിയോടെ വിശ്വാസം അർപ്പിക്കുക. അതുകൊണ്ട് നീ എന്ത് വേണമെന്ന് വെച്ചാൽ നീ ബന്ധുക്കളെയെല്ലാം ഉപേക്ഷിക്കുക, അവരോടുള്ള സ്നേഹം ഉപേക്ഷിക്കുക. ഇനിയിപ്പം എനിക്ക് വേറെ ചെയ്യാനൊന്നുമില്ല. ബന്ധുക്കളെല്ലാം വെള്ളത്തിൽ എല്ലാം നശിക്കാൻ പോവുകയാണ്. പിന്നെ അവരെ പറ്റിയൊന്നും ചിന്തിക്കണ്ട. നീ എന്നെ പിന്തുടരാൻ വേണ്ടിയിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിനായി എന്നെ തന്നെ ഭജിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നിൽ ലയിക്കാം. എല്ലെങ്കിലും പ്രളയം കഴിയുമ്പോൾ എല്ലാവരും ബ്രഹ്മത്തിൽ തന്നെയാണ് ലയിക്കാൻ പോകുന്നത്. മനസ്സ്, വാക്ക്, കണ്ണ്, ചെവി മുതലാവയെല്ലാം ഗ്രഹിക്കപ്പെടുന്ന എല്ലാം, കണ്ണുകൊണ്ടും മൂക്കൊണ്ടും വാക്കുകൊണ്ടും എല്ലാം എന്തെല്ലാം ഗ്രഹിക്കാൻ പറ്റുമോ അതെല്ലാം നശിച്ചു പോകുന്നതാണ്. അത് മായയുടെ ആഭാസമാണെന്ന് അറിഞ്ഞുകൊള്ളുക. ഈ കാണുന്നതെല്ലാം മായയുടെ ആഭാസകരമായ പ്രവർത്തികളായിട്ട് കാണണം. മായയിൽ ഭ്രമിച്ചിട്ട് കാണാൻ നടക്കരുത്. മായയിൽ മോഹിതരായിട്ട് ജീവിക്കരുത്. ഈ മായയുടെ ആഭാസമായിട്ട് ഈ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എന്നെ മാത്രം ചിന്തിച്ചുകൊണ്ടങ്ങ് പോയിക്കൊള്ളുക. ചിത്തം വിഷയത്തിൽ വ്യാപിക്കുമ്പോൾ 8-ൽ പറയുകയാണ്, നമ്മുടെ ചിത്തം ഇത്തരം വിഷയങ്ങളിൽ, ഈ ലോകകാര്യങ്ങളിൽ വ്യാപിക്കുമ്പോൾ
പലവിധ അർത്ഥങ്ങളെക്കുറിച്ച് മനുഷ്യർക്ക് ഭ്രമമുണ്ടാകും. നമ്മുടെ മനസ്സ്, ചിത്തം ഈ ലോക കാര്യങ്ങളിൽ വ്യാപിക്കുമ്പോൾ ഓരോ വസ്തുവിലും പലതരം വസ്തുക്കളിൽ നമുക്ക് ഭ്രമമുണ്ടാകും. അത് കൊള്ളാം, നല്ല പൂവ്, ഇതെല്ലാം തോന്നും. എന്നിട്ടോ ഈ ഗുണദോഷ ബുദ്ധി വിഹിത കർമ്മം, നിഷിദ്ധ കർമ്മം എന്നീ ഭേദങ്ങളിൽ പെടുന്നു. അങ്ങനെ ഗുണവും ദോഷവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രണ്ട് തരം കർമ്മങ്ങൾ ഇവിടെ ഉണ്ടാകും. വിഹിത കർമ്മവും നിഷിദ്ധ കർമ്മവുമായിട്ട് രണ്ട് തരം കർമ്മം ഇവിടെ അവർക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഈ ഭ്രമിച്ച് ഈ വസ്തുക്കളിലെല്ലാം ഭ്രമിക്കുമ്പോൾ കർമ്മങ്ങൾ തന്നെ രണ്ടായിട്ട് മാറും. വിഹിത കർമ്മങ്ങളും പിന്നെന്ത് നിഷിദ്ധ കർമ്മങ്ങളും. അപ്പോൾ ഈ ഭേദഭാവമെല്ലാം നമ്മിൽ ഉണ്ടാക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച്, അതുകൊണ്ട് എന്ത് വേണം, കണ്ണിനെയും മൂക്കിനെയും കാതിനെയും എല്ലാം നിയന്ത്രിച്ചിട്ട് ചിത്തത്തെ നിരോധിച്ച് ചിന്തിക്കുന്നത് നിരോധിക്കണം. ഇനി ചിന്തയൊന്നും വേണ്ട. ദേഹേന്ദ്രിയങ്ങൾ അടങ്ങിയ ജഗത്തിനെ ജീവാത്മാവിൽ കാണുക. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ജീവാത്മാവിൽ കാണണം. ഈ കാണുന്നതെല്ലാം എൻ്റെ ഉള്ളിലുള്ള ആ ജീവാത്മാവാണ്. എന്നിട്ട് ആ ജീവാത്മാവിനെ ഞാനായി കാണുക. ആരായിട്ട്? ശ്രീഹരിയായിട്ട്, ഇല്ല കൃഷ്ണനായിട്ട് കാണുക. അതായത് പ്രപഞ്ചം മുഴുവൻ എൻ്റെ ആത്മാവ് തന്നെയാണ്, എന്നിലുള്ള ശക്തി തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ ഇതേമാതിരിയെല്ലാം കിടക്കുന്നത്. ആ ശക്തിയാകട്ടെ ശ്രീകൃഷ്ണനാണ്, അതാണ് ശ്രീഹരി. ഈ ഒരു ചിന്തയിലൂടെ മുന്നോട്ടേക്ക് പോവുക. അതെല്ലാവർക്കും ഉപദേശിക്കുന്നതല്ല, വിജയരെ പോലെയുള്ളവർക്കല്ലേ അതിനുള്ള പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. 10 വേദത്തിനനുസരിച്ച സ്നാനത്തോടും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ബുദ്ധിയോടും ആത്മതത്വം ഗ്രഹിച്ചുകൊണ്ട് തൃപ്തനായി കഴിയുന്നവന് തടസ്സങ്ങളാൽ ദുഷിക്കില്ല. അപ്പം വേദതത്വങ്ങൾ മനസ്സിലാക്കുക, അതിനെ അർത്ഥസഹിതം മനസ്സിലാക്കുക. വേദം എന്താണ് പറയുന്നത് എന്നുള്ളത് അർത്ഥസഹിതം മനസ്സിലാക്കുക. ആ മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയോടുകൂടിയും ആത്മതത്വം, ഇങ്ങനെ ഒരു ആത്മാവുണ്ട്, ഒരു ശക്തിവിശേഷമുണ്ട് എന്ന തത്വം ഗ്രഹിച്ചുകൊണ്ട്, അത് തന്നെയാണ് ഈ പ്രപഞ്ചമായി മാറിയതും ഞാനായി മാറിയതും. തത്വം ഗ്രഹിച്ചുകൊണ്ട് തൃപ്തനായി കഴിയുന്നവന്, എന്നിട്ട് അതിൽ ലയിച്ചിരിക്കുന്നവന് തടസ്സങ്ങളാൽ ദുഷിക്കില്ല. പിന്നെ അവൻ്റെ മനസ്സ് ദുഷിക്കാൻ പോകുന്നില്ല. 11 പറയുകയാണ്, ഗുണം ദോഷം എന്ന ബുദ്ധിയെ മറികടന്നവൻ ഗുണങ്ങളെപ്പറ്റി, നല്ല പോവും മറ്റേ ഇങ്ങനെയുള്ള പ്രകൃതി ഗുണങ്ങളെപ്പറ്റിയെല്ലാം മറന്നിട്ട്, ഗുണങ്ങളും നല്ല പ്രവർത്തികളും അതിനെല്ലാം മറന്ന് ദോഷപ്രവർത്തികളെല്ലാം, എല്ലാ കാര്യങ്ങളും ഈ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങളും ഗുണവും ആകാം ദോഷവും ആകാം, അതെല്ലാം അതെല്ലാം ബുദ്ധിയാൽ മറികടന്ന് നിഷിദ്ധ കർമ്മത്തിലൂടെ പിന്നെ അവൻ, തെറ്റായ കർമ്മത്തിലൂടെ അവൻ ദേഹബുദ്ധിയാൽ നീങ്ങില്ല. അങ്ങനെ ചെയ്യുന്നവൻ പിന്നെ തെറ്റായ കർമ്മങ്ങളൊന്നും ചെയ്യില്ല. വിഹിത കർമ്മങ്ങൾ, അവന് ചെയ്യേണ്ടതായ ചില കർമ്മങ്ങളുണ്ട്, അവ ഗുണബുദ്ധിയാൽ ചെയ്യുന്നുമില്ല. അവൻ ജീവിതത്തിൽ ചെയ്യേണ്ടതായ ഒരു കർമ്മമുണ്ട്. ഇപ്പോൾ ഒരു കുട്ടികളുണ്ടാണെന്ന് വെച്ചോ, അവന് ഒരു കുട്ടി ഉണ്ടാകണമെന്നാണ് വിധിയെങ്കിൽ അത് അവൻ കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആ കർമ്മം ചെയ്യും. അല്ല എനിക്ക് എന്ന നിലയിൽ അവനത് ചെയ്യില്ല. എല്ലാം ആ ശക്തിക്കായിട്ട് ചെയ്യും. 12 സകല പ്രാണികൾക്കും നന്മ ചെയ്യുന്നവൻ, മനോനിയന്ത്രണങ്ങളുള്ളവൻ, ജ്ഞാനവിജ്ഞാനത്തോടു കൂടിയവൻ, പ്രപഞ്ചത്തെ ഞാനായി കാണുന്നവൻ. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും ഞാനായി കാണുന്നു. സംസാര ദുഃഖം അനുഭവിക്കില്ല. അവന് ഈ സംസാരത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാവില്ല. 13 ശ്രീസുഖൻ പറയുകയാണ്, ഭഗവാനാൽ ഇപ്രകാരം ഉപദേശിക്കപ്പെട്ട ഉദ്ധവർ തത്വം അറിയുവാനുള്ള ആഗ്രഹത്തോടെ കൃഷ്ണനെ വണങ്ങി ചോദിച്ചു. കൃഷ്ണനെ വണങ്ങിയിട്ട് ബ്രഹ്മതത്വം അറിയാനുള്ള കാര്യം, ബ്രഹ്മസാക്ഷാത്കാരത്തിലുള്ള കാര്യങ്ങളെല്ലാം അറിയാനുള്ള താല്പര്യത്തോടെ ചോദിച്ചു. 14 അഷ്ടാംഗയോഗത്തിൻ്റെ ഉത്ഭവസ്ഥാനവും അതിനാൽ പ്രകാശിക്കുന്നവനുമായ അങ്ങ്
ഈശ്വരനിൽ നിന്നാണ് എല്ലാ വഴികളും എല്ലാ ശാസ്ത്രങ്ങളും ഉണ്ടായിരിക്കുന്നത്. സന്യാസം എന്ന ത്യാഗത്തിലൂടെ മോക്ഷം പ്രാപിക്കുവാനുള്ള വഴി ഉപദേശിച്ചു നൽകപ്പെട്ടിട്ടുണ്ട്. അങ്ങ് തന്നെ അതിനുള്ള വഴികളെല്ലാം നിർദ്ദേശിച്ച് തന്നിട്ടുണ്ട്, ഇതിനു മുമ്പിൽ പറഞ്ഞിട്ടു ഉണ്ട്. ഇനി 15 വിഷയങ്ങളിൽ മനസ്സുറച്ചവരും ഭൗതിക ലോക ചിന്തകളിൽ മനസ്സുറച്ചവർക്കും ഭക്തിയില്ലാതെ കാമത്തിൽ അകപ്പെട്ടവർക്കും, ഭക്തിയൊന്നുമില്ല, ഭക്തി എന്ന് പറഞ്ഞാൽ എല്ലാം ബ്രഹ്മമാണ് എന്ന ചിന്ത, നിശ്ചയമായും സന്യാസ ജീവിതം അല്ലെങ്കിൽ സന്യാസത്തിലൂടെ ബ്രഹ്മസാക്ഷാത്കാരം പറ്റില്ല എന്നതാണ് എൻ്റെ അഭിപ്രായമെന്ന് ആര് പറയുന്നു? ഉദ്ധവര് പറയുകയാണ്. എല്ലാം അദ്ദേഹം കുറേ കാര്യങ്ങളെല്ലാം അറിയാം. 16 പുത്രാദികളോടുകൂടി നിന്റെ മായ തീർത്ത ശരീരത്തിൽ, നീയാണ് ഈ ശരീരം പുത്രാദികളോടെല്ലാം കൂടിയിട്ട് എനിക്ക് തന്നിരിക്കുന്നത്, ശരീരത്തിൽ പുത്രാദികളോടുകൂടി നിന്റെ മായയാൽ തീർത്ത ഈ ശരീരത്തിൽ ഞാൻ എൻ്റേത് എന്ന ചിന്തയിൽ ഊന്നി മൂഢനായിക്കൊണ്ട് തങ്ങളാൽ ഉപദേശിക്കപ്പെട്ടതിനെ എങ്ങനെ കഷ്ടപ്പെടാതെ സാധിക്കാമെന്ന് ഉപദേശിച്ചു തരിക. ഞാനിപ്പോൾ അങ്ങ് എനിക്കൊരു കുടുംബജീവിതം തന്നിട്ടുണ്ട്, അതിനുള്ളൊരു ശരീരം തന്നിട്ടുണ്ട്, അങ്ങനെ അതിൽ മുഴുകിയിട്ട് ഞാൻ എന്ന എൻ്റേത് എന്ന ചിന്തയിലാണ് ഞാനിപ്പം പോകുന്നത്. അതെല്ലാം അങ്ങ് തീരുമാനിച്ചു തന്നെയാണ്. അങ്ങനെ മൂഢനായിട്ടാണ് ഞാൻ എൻ്റേത് എന്ന ചിന്ത വെച്ചങ്ങ് പോവുകയാണ്. അതിൽ നിന്നും അങ്ങ് ഉപദേശിച്ച തത്വപ്രകാരം എങ്ങനെ കഷ്ടപ്പെടാതെ സാധിക്കാമെന്ന്, എൻ്റെ ജീവിത ലക്ഷ്യം എങ്ങനെ ലളിതമായിട്ട് സാധിക്കാമെന്ന് അങ്ങ് ഉപദേശിച്ചു തരിക. ശരീരികളായ ബ്രഹ്മദേവൻ മുതൽ എല്ലാവരും നിൻ മായയിൽ മോഹിതരായി ബാഹ്യവിഷയങ്ങളിൽ അഹങ്കാരാദികളോട് കൂടിയവരായി മാറുന്നു. ബ്രഹ്മാദിദേവന്മാർ, ബ്രഹ്മാവും വിഷ്ണുവും ശിവനും എല്ലാം തന്നെ മായയിൽ അകപ്പെട്ടിട്ടാണ് അവരവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നത്. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നതല്ല, അങ്ങേരുടെ മായയിൽ അകപ്പെട്ട, അല്ലെങ്കിൽ ബ്രഹ്മാവ് തപസ് ചെയ്യാൻ പോകുമല്ലോ. അപ്പോൾ അവരും ശിവനും ഇതെല്ലാം വിട്ടിട്ട് പോകുന്നുണ്ടായില്ല, അവരെല്ലാം മായയിൽ അകപ്പെട്ടിട്ട് അഹങ്കാരത്തോടു കൂടിയവരായി മാറുന്നു. എന്നാൽ പരമാത്മാവായ താങ്കളെ ആത്മാവായി കാണുന്ന എനിക്ക് സ്വതസിദ്ധമായ ജ്ഞാനത്തോടുകൂടിയ താങ്കളെക്കാൾ വലിയ ഒരാളെ ഇവിടെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ അങ്ങിലാണ് എല്ലാം എൻ്റെ മനസ്സർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങയെക്കാട്ടിയും വലിയ എന്തെങ്കിലും ഒരു വ്യക്തി, ഇതെല്ലാം ചോദിക്കുവാൻ പറ്റിയ ഒരു വ്യക്തി ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കണ്ണിൽ എല്ലാം അങ്ങാണ്. പിന്നെ അങ്ങയോടല്ലാതെ ഞാൻ ആരോടാണ് ചോദിക്കേണ്ടത്? മറ്റുള്ളവരോടൊന്നും. ബാക്കി ഏത് ദേവന്മാരുണ്ടെങ്കിലും ആ ദേവന്മാരെല്ലാം അങ്ങയുടെ കീഴിലാണ്, മായയിലകപ്പെട്ട് നടക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങയോട് മാത്രമേ ചോദിക്കാൻ ഉള്ളൂ. ഇനി 18 പറയുകയാണ്, ദുഃഖങ്ങളാൽ ക്ലേശിച്ചവനും, ജീവിതം എന്ന് പറയുന്നത് ദുഃഖങ്ങളാണ്, അതിനാൽ ക്ലേശിച്ചവനും വൈരാഗ്യസമ്പന്നനുമായ, ഞാൻ വൈരാഗ്യം വന്നു കിടക്കുകയാണ്, വൈരാഗ്യസമ്പന്നനുമായ ബുദ്ധിയോട് കൂടിയ ഞാൻ. അപ്പം എനിക്ക് വൈരാഗ്യം വന്നിട്ടുണ്ട്, ഈ ജീവിതം മടുത്തിട്ടുണ്ട്. കാലദേശാതീതനും കാലത്തിനതീതനായ എല്ലാം അറിയുന്ന, കാലാദികളാൽ നാശം സംഭവിക്കാത്ത, ലോകം പ്രളയത്തിൽ നശിച്ചാലും ബാക്കി കിടക്കുന്ന നാരായണനായ താങ്കളെ ശരണം പ്രാപിക്കുകയാണ്. ലോകം മുഴുവൻ നശിച്ചാലും അവശേഷിക്കുന്നത് താങ്കളാണ്. അങ്ങനെയുള്ള താങ്കളെ ഞാൻ ശരണം പ്രാപിക്കുകയാണ്. അതാണ് ബ്രഹ്മസാക്ഷാത്കാരം. ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ലോക പ്രപഞ്ചവുമായിട്ടൊരു ബന്ധവുമില്ല, അതിൽ ലയിച്ചു നിർഗുണാവസ്ഥയിൽ. പ്രപഞ്ചം ഉണ്ടായാൽ എന്ത്, ഉണ്ടായിട്ടില്ലെങ്കിൽ എന്ത്. ഇപ്പം 19 ഭഗവാൻ പറയുകയാണ്,
ലോകത്തിൽ ജനന തത്വത്തെ പരീക്ഷിച്ചറിയുന്ന മനുഷ്യർ സ്വയം തന്നെ ആത്മാവിനെ വിഷയവാസനകളിൽ നിന്ന് തന്നെത്താൻ ഉദ്ധരിക്കണം. ഇപ്പം ഭഗവാൻ പറയുകയാണ്, ഉപദേശം കൊടുക്കുകയാണ്, സ്വയം തന്നെ ആത്മാവിനെ വിഷയവാസനകളിൽ നിന്നും തന്നെത്താൻ ഉദ്ധരിക്കണം. ലോകത്തിൽ ജനന തത്വങ്ങൾ മനസ്സിലാക്കിയ പരീക്ഷിച്ചറിയുന്ന മനുഷ്യർ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നെല്ലാം നോക്കണം. എന്താണ് സംഭവിക്കുന്നത്? ജനിക്കുന്നു, കുറച്ചു കാലം കഴിയുമ്പോൾ മരിക്കുന്നു. ഇതാണ് തത്വം, അല്ലാതെ ശാശ്വതമല്ല. ജനിക്കുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോകുന്നു. എവിടെയാണ് പോകുന്നതെന്ന് ഒരു പിടിയുമില്ല, എവിടെ നിന്നാണ് വന്നതെന്നുള്ള ഒരു പിടിയുമില്ല. ഈ സത്യം മനസ്സിലാക്കുന്ന മനുഷ്യർ എന്തു വേണം? ആ സത്യം മനസ്സിലാക്കുന്നവർ സ്വയം തന്നെ ആത്മാവിനെ, അപ്പം നമ്മളിൽ ജനിക്കുന്നത് ഈ ശരീരമല്ല, ഉള്ളിലുള്ള ആത്മാവാണ്. ആത്മാവിനെ അപ്പം ഈ ഭൗതികമായ വിഷയങ്ങളിൽ നിന്നെല്ലാം വേർപെടുത്തി തന്നാൽ തന്നെ ഉദ്ധരിക്കണം. അല്ലാതെ ഒരു ഗുരുവിനും വന്നിട്ട് സഹായിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ വിരക്തി വന്നിട്ട് എല്ലുമായിട്ട് ബന്ധം വേർപെടുത്തണം. ഗുരുവിന് പറഞ്ഞു തരാനേ പറ്റൂ. ഗുരു ഇപ്പം ഒരാൾ വന്നിട്ട് പറയുകയാണ്, ആ ബ്രഹ്മസാക്ഷാത്കാരന് ഞാൻ പോയി ഒരാളോട് ചോദിക്കുകയാണ്, ബ്രഹ്മസാക്ഷാത്കാരത്തിന് എന്താ വഴി? ഗുരു പറഞ്ഞുതരും, എല്ലാ കുടുംബത്തെയെല്ലാം വിട്ടിട്ട് വിരക്തി വന്നിട്ട് നേരെ അങ്ങ് പോകും, ഉടുതുണി അടക്കം അടിച്ചു വെച്ചിട്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റുമോ? പോകണ്ടെങ്കിൽ ഞാൻ സ്വയം തീരുമാനിച്ചിട്ട് ഗുരുവിന് ഇത് പറഞ്ഞു തരാനേ പറ്റൂ. ഗുരു പോലും പോയിട്ടില്ല, പിന്നെ നമ്മളെ കാര്യം പറയാനില്ല. അപ്പം പോകണ്ടിക്ക് സ്വയം എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോയിക്കൊള്ളുക, സ്വയം ഉദ്ധരിക്കുക, അല്ലാതെ ആത്മീയതക്ക് വേറെ വഴിയൊന്നും ഇല്ല. 20 പശു മുതലായ മൃഗശരീരങ്ങളിൽ കൂടി ഉറയുന്ന ആത്മാവിന് കൂടി ഗുരു ആ ആത്മാവ് തന്നെയാണ്. അവൻ്റെ ഗുരു ആ ആത്മാവ് തന്നെയാണ്. മൃഗങ്ങളിലും ഉള്ളത് ഈ നമ്മിലുള്ള ആത്മാവ് തന്നെയാണ് മൃഗങ്ങളിലും എല്ലാം സ്ഥിതി ചെയ്യുന്നത്, ഏകനായ ഈശ്വരൻ. അപ്പം ആ മൃഗങ്ങൾക്കുള്ള ഗുരു ആര് തന്നെയാണ്? അവൻ്റെ ആത്മാവ് തന്നെയാണ്. ആ ഗുരു മനസ്സിൽ തോന്നിക്കുന്ന അനുസരിച്ചാണ് മൃഗങ്ങൾ ജീവിച്ചിട്ട് പോകുന്നത്. മനുഷ്യനും ആത്മാവ് തന്നെയാണ് ഗുരു. ഈ പ്രപഞ്ചത്തിൽ വേറെ ഗുരുവൊന്നുമില്ല, നമ്മൾ ആത്മാവ് തന്നെയാണ് ഗുരു. കാരണം അതിനെ ഉദ്ധരിക്കാൻ വേറൊരു ഗുരുവൊന്നും കിട്ടൂല. ഉടുതുണി അടക്കം ഉപേക്ഷിച്ച് എല്ലാത്തിനെയും ഉപേക്ഷിച്ചിട്ട് പോകാൻ പറയാൻ ഗുരുവിൻ്റെ വലിയ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇതിനെ ആ ലെവലിലേക്ക്, ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഗുരുവിന് എന്തോ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗുരു പറയുന്നത് വേദങ്ങളിൽ നോക്കിയിട്ട് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. അത് അവരവർ തന്നെ ശ്രമിക്കണം. അവരവരുടെ ആത്മാവ് തന്നെയാണ് ഗുരു. കാരണം മനുഷ്യൻ തന്നെത്താൻ തന്നെ പ്രത്യക്ഷാനുമാനങ്ങൾ കൊണ്ട് തന്നെ ശ്രേയസ്സിനെ തന്നെത്താൻ അറിഞ്ഞുകൊള്ളണം. ശ്രേയസ് എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മം, ശാശ്വതമായ സത്യത്തെ തന്നെത്താൻ അറിഞ്ഞുകൊള്ളണം. താൻ സ്വയം ആ ബ്രഹ്മമായി മാറിക്കൊണ്ട് എല്ലാം വിട്ടറിഞ്ഞ് എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിച്ചുകൊണ്ട് അങ്ങനെ ജീവിച്ചു കഴിയുമ്പോൾ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടും. അത് തന്നെത്താൻ തന്നെ ആയ ശ്രേയസ്സിനെ പ്രാപിക്കണം, അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല. മാനവ ശരീരത്തിൽ സാഖ്യം, യോഗശാസ്ത്ര വിദഗ്ധന്മാരായ ധീരന്മാരായ ജ്ഞാനൈശ്വരാധിക ശക്തികൾ നിറഞ്ഞവർ എന്നെ പ്രത്യക്ഷമായി കാണുന്നു. മാനവ ശരീരത്തിൽ സാഖ്യം, യോഗശാസ്ത്ര വിദഗ്ധരായി ധീരന്മാരായ ജ്ഞാനൈശ്വരാദികൾ തികഞ്ഞ ശക്തിയുള്ളവർ എന്നെ പ്രത്യക്ഷമായി കാണുന്നു എന്ന് പറഞ്ഞാൽ മാനവ ശരീരത്തിലെ സാഖ്യദർശനം, യോഗശാസ്ത്രം, ഇതിലൂടെയെല്ലാം സ്വയം പ്രാക്ടീസ് ചെയ്ത് ധീരന്മാരായ ആൾക്കാർക്കേ അത് പറ്റുകയുള്ളൂ. ധീരന്മാരായ ആൾക്കാർ സ്വയം പ്രാക്ടീസ് ചെയ്ത്, യോഗയിലൂടെയെല്ലാം പ്രാക്ടീസ് ചെയ്ത് നാനാ ഐശ്വര്യങ്ങളോടുകൂടി ശക്തികൾ നിറഞ്ഞ
എല്ലാ ജ്ഞാനവും ഐശ്വര്യം എല്ലാം നിറഞ്ഞ ആ ശക്തി വിശേഷത്തെ, ഏതാണത്? നമ്മിൽ തന്നെയുള്ള ആത്മാവിനെ പ്രത്യക്ഷമായി തന്നെ സ്വയം കണ്ടെത്തണം. അപ്പോൾ അവരെ മുമ്പിൽ പ്രത്യക്ഷമായിട്ട് വരും. എപ്പോഴും ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ സമയത്ത് അതിൽ പോയെങ്കിൽ ലയിക്കുമ്പോൾ പിന്നെ നമ്മൾ അതിനെ മനസ്സിലാക്കിയല്ലേ എന്താണ് ബ്രഹ്മമെന്ന്. അപ്പം പ്രത്യക്ഷമായി കാണുകയാണ്. ആ ബ്രഹ്മവുമായിട്ട് ചേരുമ്പം പിന്നെ നമ്മൾ അറിയുകയാണ് പ്രത്യക്ഷമായി തന്നെ എന്താണ് ആ ബ്രഹ്മം. അതെന്താണ്? നിർഗുണമാണ്, ഒരു ഗുണവുമില്ല. അങ്ങനെ ഒരു ശാന്തമായിട്ട് അങ്ങനെ നിൽക്കും. ഏതുപോലെ ഗാഠനിദ്രയിൽ ഞാനില്ല, ഞാനെന്ന ചിന്തയില്ല. ഞാനില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ശരീരമല്ല പറയുന്നത്, ഞാനെന്ന ചിന്തയില്ല. പക്ഷേ ആ ഉറക്കത്തിനൊരു സുഖമുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ രാവിലെ എണീറ്റാണ് നല്ല സുഖത്തിൽ ഉറങ്ങിയെന്ന്. എന്ത് സുഖം കിട്ടിയെന്ന് ചോദിച്ചാൽ വർണ്ണിക്കാൻ പറ്റുമോ? എന്താ സുഖം? ഗാഠനിദ്രയിൽ ഞാനില്ല, ഞാനില്ലാതെ എന്ത് സുഖമാണ്? അസുഖം തന്നെ. പക്ഷെ അതിനെ വർണ്ണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒന്നും വർണ്ണിക്കാൻ പറ്റില്ല. അവനവൻ തന്നെ അതിനെ കണ്ടെത്തുമ്പോൾ അത് പ്രത്യക്ഷമായിട്ട് വന്നുകൊള്ളും. ഏകപാദം, ദ്വിപാദം, ത്രിപാദം, ചതുഷ്പാദം, അനേക പാദങ്ങൾ, പാദമില്ലാത്തവർ എന്നിങ്ങനെ അനേകം ശരീരങ്ങൾ എന്നാൽ സൃഷ്ടിക്കപ്പെട്ടു. ഞാനിങ്ങനെ കുറേ ഒരു കാലുള്ളിയും രണ്ട് കാലുള്ളിയും 1000 കാലുള്ളിയെല്ലാം സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട് ജീവജാലങ്ങളെ. അവയിൽ എനിക്ക് മനുഷ്യ ശരീരത്തോടാണ് ഏറ്റവും പ്രിയം. എനിക്ക് ഇഷ്ടമാരോടാണ്? മനുഷ്യരോടാണ്. കാരണം അവർക്ക് മാത്രമാണ് എന്നെ തിരിച്ചറിയാനുള്ള കഴിവുള്ളത്. ഞാനുമായിട്ട് ചേരാൻ കഴിവുള്ളത് അവർക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം ഉണ്ട്. അപ്പം പ്രളയ സമയത്ത് മഹാപ്രളയം കഴിയുമ്പോൾ പിന്നെ അതിനകത്ത് തന്നെ പോയി ലയിക്കുന്നത്. എന്നിട്ട് 23-ൽ പറയാണ്, അങ്ങനെ ഈ മനുഷ്യരായി ജനിച്ചവര്, തെറ്റുപറ്റാത്ത മനുഷ്യർ, അതായത് ശരിയായ വഴിയിൽ നീങ്ങുന്ന മനുഷ്യർ, ജ്ഞാനവിഷയമായ ബുദ്ധിമുലായ ലിംഗാവയവങ്ങളാൽ അറിയാത്തവനായ എന്നെ, അവൻ്റെ അവയവങ്ങളെ കൊണ്ടൊന്നും അതിനെ മനസ്സിലാക്കുവാൻ പറ്റില്ല എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് ബുദ്ധിയുള്ളവരെ ഈശ്വരനെ നമ്മളെ കണ്ണുകൊണ്ടോ മൂക്കുകൊണ്ടോ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടോ എന്തെങ്കിലും അവയവങ്ങളെ കൊണ്ട് അറിയുവാനാവില്ല എന്ന തത്വം ഗ്രഹിച്ചുകൊണ്ട് കാരണങ്ങളെ കൊണ്ടും, ഈ പ്രപഞ്ചമുണ്ടാക്കിയതിന് പിന്നിൽ എന്തെല്ലോ കാരണങ്ങളുണ്ട്, അതിനെപ്പറ്റി ചിന്തിച്ചിട്ടും അനുമാന പ്രമാണങ്ങൾ കൊണ്ടും എന്ത് ചെയ്യുന്നു? എന്നെ അന്വേഷിക്കുന്നു. അല്ലാതെ കണ്ണും മൂക്കും ഉപകരണങ്ങളും വെച്ചൊന്നുമല്ല എന്നെ നോക്കാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് വേണം? കാരണങ്ങളെ, ഈ പ്രപഞ്ചമുണ്ടാകുന്നതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്താണെന്ന് ചിന്തിച്ചുകൊണ്ടും അനുമാന പ്രമാണങ്ങൾ കൊണ്ടും അന്വേഷിക്കുന്നു. ഇനി 24, യദു മഹാരാജാവും അവധൂതനും തമ്മിൽ നടന്ന ഒരു സംഭാഷണം ഉദാഹരണമായി പറയാം. എന്നിട്ട് ഒരു കഥയിലൂടെ ഒരു സംഭാഷണ രൂപത്തിൽ യദു മഹാരാജാവും ഒരു രാജാവും അവധൂതനും, ആ രാജാവ് എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തിൽ എല്ലാ കാര്യങ്ങളും നോക്കി അടക്കുന്ന വ്യക്തി, അവധൂതൻ എന്ന് പറഞ്ഞാൽ തുണി അടക്കം ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഭ്രാന്തനെ പോലെ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്ന വ്യക്തി. ഇവർ തമ്മിലുള്ള ഒരു സംവാദം ഉദാഹരണമായി പറയാമെന്ന് പറയുകയാണ്. 25, ദിഗംബരനും ജ്ഞാനിയുമായ എല്ലായിടവും നിർഭയനായി സഞ്ചരിക്കുന്ന ഒരു യുവാവായ ബ്രാഹ്മണനോട്, അതാണ് അവധൂതൻ, അവധൂത ധർമ്മങ്ങൾ അറിയുവാൻ വേണ്ടി യദു മഹാരാജാവ് ചോദിച്ചു. അദ്ദേഹത്തോട് എന്താണ് ഒരു കക്ഷി, ഒരു അവധൂതൻ, ഒരു ബ്രാഹ്മണൻ, ഒരു യുവാവായ ബ്രാഹ്മണൻ ദിഗംബരനാണ്, ജ്ഞാനിയാണെന്ന് മനസ്സിലായി, എല്ലായിടവും നിർഭയമായിട്ട് അങ്ങനെ ഒരു ഭയമില്ലാതെ അങ്ങനെ കറങ്ങിയാണ്. സന്യാസികൾ നിന്ന് ഇങ്ങനെ കറങ്ങും. അദ്ദേഹത്തോട് എന്താണ് ചോദിച്ചത്? ഹേ ബ്രഹ്മൻ, ഇന്ദ്രിയപ്രാപ്തിക്കായിക്കൊണ്ട് യാതൊരു പ്രവൃത്തിയും ചെയ്യാത്ത അങ്ങയുടെ സുഖബുദ്ധി എങ്ങനെ ഉണ്ടായി?
ഇന്ദ്രിയ ജ്ഞാന പ്രാപ്തിക്കായിക്കൊണ്ട് യാതൊരു പ്രവൃത്തിയും ചെയ്യാതെ അങ്ങയുടെ സുഖബുദ്ധി എങ്ങനെയുണ്ട്? അങ്ങക്ക് എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളുടെ താല്പര്യങ്ങളൊന്നുമില്ല? ഒന്നും കാണണ്ട, ഒന്നും കേൾക്കണ്ട, തിന്നാനും താല്പര്യമില്ല, ഒന്നുമില്ല, കൈ കൊണ്ട് തൊട്ട് നോക്കാനും താല്പര്യമില്ല, ഒന്നുമില്ല. അപ്പം ഇന്ദ്രിയ പ്രാപ്തിക്കായിക്കൊണ്ട് അതിപ്പോൾ പ്രാപ്തിക്കണ്ടിക്ക അത് സാധിക്കണ്ടിക്ക് എന്ത് വേണം? പ്രയത്നിക്കണം. എന്തെങ്കിലും കാണണ്ടിക്ക് നമ്മൾ പാടുപെട്ട് അവിടെ പോയി നോക്കിയല്ല വേണ്ട. മണക്കണ്ടിക്ക് അടുത്ത് പോയിട്ട് മണക്കണമല്ലോ. പ്രവർത്തിച്ചാലേ പറ്റും. ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ പ്രവർത്തിക്കണം. അതിനാണ് നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ചുക്കും ചെയ്യാതെ അങ്ങനെ നടക്കുകയാണ്. ബ്രഹ്മസാക്ഷാത്കാരം നേടിയവൻ ഉടുതുണി അടക്കം ഉപേക്ഷിച്ചിട്ട് അങ്ങനെ നടക്കും. അവനോട് ചോദിക്കുകയാണ്, യാതൊരു പ്രവൃത്തിയും ചെയ്യാതെ അങ്ങയുടെ സുഖബുദ്ധി. പക്ഷെ ബുദ്ധി നല്ല സുഖത്തിലാണുള്ളത്. എങ്ങനെയുണ്ടായി? ആ ബുദ്ധിയെ ലഭിച്ചിട്ട് അങ്ങനെയുള്ള വിശേഷ ബുദ്ധിയെല്ലാം കിട്ടിയിട്ടുണ്ട്. പ്രപഞ്ച രഹസ്യം മുഴുവൻ അറിയുന്ന തരത്തിലുള്ള ബുദ്ധി കിട്ടിയിരിക്കുകയാണ്. ലോകം എന്താണെന്നെല്ലാം മനസ്സിലാക്കിയിട്ട് എന്നിട്ടും താങ്കൾ ബാലനെ പോലെ ലോകത്തിൽ സഞ്ചരിക്കുന്നു. ബാലന്മാരെ പോലെ. ബാലൻ എന്ന് പറഞ്ഞാൽ ഉടുതുടിയില്ലാത്തവർ, കുട്ടികൾ നടക്കുന്ന പോലെ അങ്ങനെ നടക്കുകയാണ്. എല്ലാ ജ്ഞാനവും കഴിഞ്ഞിട്ടുണ്ട്, ഒരു ജോലിയും ചെയ്യില്ല. അത് വേദം പറഞ്ഞ എന്താണ്? സന്യാസിക്കാൻ പോകുന്നവര് അവധൂതനെല്ലാകുമ്പോൾ കുടിത്തുള്ളിന് വേണ്ട, എല്ലാം കളഞ്ഞിട്ട് ബാലനെ പോലെ അങ്ങ് നടക്കും. ഇങ്ങനെ നടക്കും. അപ്പം ഇതെങ്ങനെയാണ് സാധിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. മനുഷ്യർ ധർമ്മം, അർത്ഥം, കാമം ഇവകളെ പ്രാപിക്കുവാൻ ഉപായങ്ങൾ തേടുന്നു. മനുഷ്യർ ധർമ്മം, അർത്ഥം, കാമം ഇത് നേടാൻ വേണ്ടിയിട്ട് പല വഴികൾ അന്വേഷിച്ച് കിടക്കുകയാണ്. അങ്ങേക്കാണ് എല്ലാ വഴിയും അറിയാം. എല്ലാം തികഞ്ഞു കിടക്കുകയാണ്. എന്നിട്ട് ഇതൊന്നിനും വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല. മനുഷ്യരാണെങ്കിൽ ഇതെല്ലാം കിട്ടാൻ എന്താ വഴിയെന്നും വെച്ച് അന്വേഷിച്ച് നടക്കുകയാണ്. ആയുസ്, കീർത്തി, ഐശ്വര്യം ഇവകൾക്കായിക്കൊണ്ടും പ്രവർത്തിക്കുന്നു. ആയുസ് നേടാൻ വേണ്ടി, കീർത്തി നേടാൻ വേണ്ടിയിട്ട്, ഐശ്വര്യം നേടാൻ വേണ്ടിയിട്ടെല്ലാം നടക്കുന്നത്. അങ്ങാണ് ഉടുതൂടി പോലും ഇല്ലാതെ അങ്ങനെ നടക്കുകയാണ്. അതാണ് യഥാർത്ഥ സന്യാസം. ഉടുതുണിയില്ലാതെ ഇങ്ങനെ അങ്ങ് നടന്നേക്കും, ഒന്നും വേണ്ട, ഭ്രാന്തനെ പോലെ. എന്നിട്ട് 28 പക്ഷേ താങ്കൾ ശക്തൻ, വിദ്വാൻ, സമർത്ഥൻ, സുന്ദരൻ, അമൃതം പോലെ സംസാരിക്കുന്നവൻ എങ്കിലും അങ്ങ് ശക്തനാണ്, വിദ്വാനാണ്, ജ്ഞാനം തെരഞ്ഞിട്ടുണ്ട്, സമർത്ഥനുമാണ്, സുന്ദരനുമാണ്, അമൃതം പോലെ നല്ല സംസാരമാണ്, അല്ലാതെ കോപമെല്ലാം വിട്ടയല്ലേ. പക്ഷേ ഭ്രാന്തനെ പോലെയും പിശാചിനെ പോലെയും ഒന്നിലും ആഗ്രഹമില്ലാതെ ഒന്നും ചെയ്യുന്നുമില്ല. ഒന്നിലും ആഗ്രഹമില്ല, ഒന്നും ചെയ്യുന്നുമില്ല. വെറുതെ പിശാചിനെ, ഭ്രാന്തനെ പോലെ, പിശാചിനെ പോലെ നടക്കുകയാണ്. അപ്പം യഥാർത്ഥ സന്യാസിയെ അറിയപ്പോലിരിക്കും ഭ്രാന്തനെ പോലെയും പിശാചിനെ പോലെയും ഒരു ഉടുതുണിയുമില്ലാതെ, ഉടുതുണിയിലൊന്നും താല്പര്യമില്ലാതെ, ഒന്നിനും താല്പര്യമില്ലാതെ ഭ്രാന്തനെ പോലെ അങ്ങനെ നടക്കുന്നവരാണ് സന്യാസിമാർ. സന്യാസിയിലെ ഏറ്റവും അവസാനത്തെ സ്റ്റേജ്. ആദ്യമുള്ളതെല്ലാം ട്രെയിനി എല്ലാം ആകുമ്പോൾ ഈ അരയിൽ മാത്രം കോണകം എന്നൊരു സാധനമുണ്ട്, അത് മാത്രം ഇട്ടിട്ടാണ് നടക്കുക. നമ്മളെല്ലാവർക്കും അങ്ങനെ പറ്റുമൊന്നുമില്ല. എന്തായാലും ഷർട്ടല്ലേ ഇടും. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ മുഷിഞ്ഞ് ഉടുക്കാതെ മറ്റേ കീറിക്കളയുമ്പോൾ പിന്നെ ഷർട്ട് വേണ്ടെന്നാണ്. അല്ലാതെ നമ്മൾ സന്യാസിക്കാൻ പോകുമ്പോൾ നല്ല ആദ്യം മറ്റേ ബാർബർ ഷോപ്പിലെല്ലാം കയറി മുടിയെല്ലാം ഒന്ന് ക്രോപ്പ് ചെയ്ത്, മുടിയെല്ലാം ഒരു പൗഡറെല്ലാം ഇട്ട് തേച്ച് എല്ലാവരോടും യാത്രയെല്ലാം പറഞ്ഞ് സെൻഡ് ഓഫ് എല്ലാം നടത്തി അങ്ങനെ അങ്ങ് പോകും. കുറച്ച് കാലം എവിടെയെങ്കിലും ഒരു കസേരയെല്ലാം എടുത്തിട്ടാണ് പോകും. എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ കസേര വേണം. കുറച്ചെല്ലാം പൊതിഞ്ഞ് കിട്ടും. കുറേ കാലം കഴിയുമ്പോഴാണ് ഈ തുണിയെല്ലാം കീറുമ്പോൾ പിന്നെ മതി, പിന്നെ തുണി വേണ്ട. അങ്ങനെയാണ് ഭ്രാന്തനായി മാറുക. അപ്പോഴാണ് അവധൂതനാവുക. എന്തായാലും ഇതുമാതിരി നടന്നേ പറ്റും. എന്തിനാണ് ഇതെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നതെന്നുള്ള സന്യാസിയുടെ ലക്ഷണങ്ങളാണ് ഈ പറയുന്നത്.
29. കാമം ലോകം മൂലായ കാട്ടുതീയിൽ ജനങ്ങൾ ദഹിക്കപ്പെടുമ്പോൾ, അപ്പോൾ ഇയാളിങ്ങനെ പോകുമ്പോൾ, ഭ്രാന്തനെ പോലെ നടക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം ചൂട് കൊണ്ട് അയ്യോ എന്ത് ചൂട് തണുപ്പ് ഇതെല്ലാം പറഞ്ഞിട്ട് എരിപിരി കൊള്ളുമ്പോൾ, അതായത് കാമം ലോകം മൂലായ കാട്ടുതീയിൽ ജനങ്ങൾ ദഹിക്കപ്പെടുമ്പോൾ തീയിൽ നിന്നും വേർപെട്ട് ഗംഗാനദിയിൽ ഇരിക്കുന്ന ആനയെപ്പോലെ, ആ തീയിൽ നിന്നെല്ലാം മാറിയിട്ട് ഗംഗാനദിയിലിരിക്കുന്ന ആനക്കൊരു പ്രശ്നമില്ല, അങ്ങനെ ഇരിക്കുന്നത് പോലെ അങ്ങ് തപം പ്രാപിക്കാതെ ഇരിക്കുന്ന അങ്ങക്കൊരു പ്രശ്നമില്ല. നാട്ടിലെ ജനങ്ങളെല്ലാം തലക്ക് ഭ്രാന്തടിച്ചിട്ട് പലതിനും വേണ്ടിയിട്ട് ഓടി നടക്കുമ്പോൾ അങ്ങൊന്നുമില്ലാത്ത ഭ്രാന്തനെ പോലെ പിശാചിനെ പോലെ അങ്ങനെ അങ്ങ് നടക്കുകയാണ്, ഉടുതുണി പോലും ഇല്ലാതെ. എന്ത് സുഖം! മുപ്പത്. ഹേ ബ്രഹ്മൻ, ബ്രഹ്മൻ എന്നാണ് വിളിക്കുന്നത്, വിഷയഭോഗരഹിതനും ഏകാനായിരിക്കുന്നതുമായ താങ്കൾക്ക് മനസ്സിലുണ്ടായിരിക്കുന്ന ആനന്ദത്തിൻ്റെ കാരണം പറഞ്ഞാലും, അങ്ങ് വിഷയഭോഗങ്ങളിലൊന്നും താല്പര്യമില്ല, ഏകനായിട്ട് ഇങ്ങനെ അങ്ങനെ നടക്കുകയാണ്. പിന്നെ അങ്ങയുടെ മനസ്സിൽ പക്ഷെ നല്ല ആനന്ദമാണ് കാണുന്നത്, മനസ്സിൽ നല്ല ആനന്ദം. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു തന്നാലും. ഇനി 31. ഇത് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്. അതുകൊണ്ട് ഭഗവാൻ പറയുകയാണ്, ബ്രാഹ്മണ ഭക്തിയുള്ള യതിചക്രവർത്തി ഇപ്രകാരം ചോദിച്ചപ്പോൾ ബ്രാഹ്മണൻ ഇപ്രകാരം പറഞ്ഞു. അപ്പം ബ്രാഹ്മണൻ എന്ന് പറയുന്നവർ ഇത്തരത്തിലല്ലായിരിക്കും. ഒന്നിക്ക് ശാസ്ത്രജ്ഞന്മാർ എല്ലാ ബ്രഹ്മരഹസ്യെല്ലാം മനസ്സിലാക്കി ഇങ്ങനെ ഭ്രാന്തനെ പോലെ നടക്കുന്ന, പിശാചിനെ പോലെ നടക്കുന്ന ആൾക്കാരാണ് ബ്രാഹ്മണന്മാർ. അവർ ബ്രഹ്മതത്വം നേടിയവർ. മറ്റേ ബ്രാഹ്മണന്മാർ ശാസ്ത്രജ്ഞരാണ്, പ്രപഞ്ച PhD എല്ലാം കഴിഞ്ഞ് നല്ല ശാസ്ത്രജ്ഞാനം നേടിയവർ. അപ്പം ബ്രാഹ്മണൻ ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ അവധൂതൻ പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ ബുദ്ധിയിലൂടെ നേടിയ അനേകം ഗുരുക്കൾ, എനിക്ക് എൻ്റെ ബുദ്ധിയിലൂടെ ഞാൻ ഗുരുക്കളെ കുറേ നേടിയിട്ടുണ്ട്. അനേകം, ഒറ്റ ഗുരുക്കളൊന്നുമല്ല, എൻ്റെ ബുദ്ധിയിലൂടെ ഞാൻ അനേകം ഗുരുക്കളെ നേടിയിട്ടുണ്ട്. ഏത് ഗുരുക്കളിൽ നിന്നും ഈ ബുദ്ധിയെ ലഭിച്ചു, ഈ ലോകത്തിൽ രാഗാദി ദോഷങ്ങളിൽ നിന്ന് മുക്തനായി സഞ്ചരിക്കുന്നു, അവരെ പറ്റി പറയാം. ഏത് ഗുരുക്കളാണ് എനിക്ക് ഈ ബുദ്ധിയെല്ലാം തന്നത്, ഇങ്ങനെ ജീവിക്കാനുള്ള ജ്ഞാനം നൽകിയത്, ആ ഗുരുക്കന്മാരെ പറ്റിയെല്ലാം ഞാൻ പറയാമെന്ന് പറയുകയാണ്. 33, 34, 35 അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരാരാണെന്ന് പറയുകയാണ്. അപ്പം സന്യാസത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള ഗുരുക്കന്മാർ, അതായത് ആത്മീയതയിലേക്ക് നയിക്കേണ്ട ഗുരുക്കന്മാർ, ആത്മീയ ഗുരുക്കന്മാർ. നമ്മളിപ്പം ധരിച്ചു വെച്ചിരിക്കേണ്ട ആത്മീയ ഗുരുക്കന്മാർ എന്നെല്ലാം പറഞ്ഞ് കുറേ പേര് നമ്മളെ ചുറ്റുവട്ടത്തിലുണ്ട്. ആത്മീയ ഗുരുക്കളാണ്. അവരടുത്ത് പോയാൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കും, ഗുരുവിൻ്റെ സഹായം ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല, ഗുരുവാണ് കാണപ്പെട്ട ദൈവം, ഗുരു പറയുന്ന മാതിരി അനുസരിക്കുക, എല്ലാം ഗുരുവിൻ്റെ പിന്നാലെ പോയിക്കൊള്ളുക. ആ ഗുരുക്കൾക്ക് തന്നെ ബ്രഹ്മം എന്താണെന്നും അറിയില്ല, അവരോട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് ഇറങ്ങി തിരിച്ചിട്ടുമില്ല, എങ്കിലും അവിടെ ഇരിക്കില്ല. ബ്രഹ്മസാക്ഷാത്കാരത്തിന് അറിയുന്നവരാണെങ്കിൽ ആ വഴിക്കങ്ങ് പോവില്ല, എല്ലാം ഒരു തുണിയും കുടുംബത്തെയെല്ലാം ഉപേക്ഷിച്ചിട്ട്. അപ്പം അവർക്ക് അറിയൊന്നുമില്ല യഥാർത്ഥ ഗുരു ആരാണ്, അതാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഏതെല്ലാമാണ് 33, 34, 35 പറയുന്ന ഗുരുക്കൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഭൂമി, കാറ്റ്, ആകാശം, ജലം, തീ, ചന്ദ്രൻ, സൂര്യൻ, പ്രാവ്, മലമ്പാമ്പ്, സമുദ്രം, തേനീച്ച, മാന്, മീന്, ചെറിയ കുഞ്ഞ്, ചെറിയ പെൺകുട്ടി, ചെറിയ മീന്, ചെറിയ പെൺകുട്ടികളെല്ലാം
ഗുരുക്കന്മാരാണ് ഇങ്ങനെ വണ്ട്. അങ്ങനെ കുറേ പറഞ്ഞിട്ടുണ്ട്. ഞാനതെല്ലാം വിടുകയാണ്. എന്നിട്ട് പിന്നെ ഓരോ ആളും ചെയ്യുന്ന പ്രവൃത്തി പിന്നെ പറയുന്നുണ്ട്. പിന്നെ വെറുതെ നീട്ടി വലിച്ച് പറയണ്ട. എന്നീ 24 എൻ്റെ ബുദ്ധി കൊണ്ട് ലഭിച്ച ഗുരുക്കളാണ്. ഇവരിലൂടെയാണ് ഞാൻ പഠിക്കേണ്ട വിദ്യകളെല്ലാം പഠിച്ചിരിക്കുന്നത്. അപ്പം പ്രകൃതിയാണ് ഗുരു എന്ന് ഒറ്റ വാക്കിൽ പറയാം. അത് ചെറിയ പെൺകുട്ടികളിൽ നിന്ന് തന്നെ പഠിക്കണം. ആർത്തവമുള്ള സ്ത്രീകളിൽ നിന്നും പഠിക്കാൻ പറ്റും നമുക്ക് പലതും. അവരെല്ലാം ഗുരുവാണ്, ആത്മീയ ഗുരുക്കന്മാരാണ്. ഈ അവധൂതൻ്റെ തത്വപ്രകാരം ചെറിയ കുഞ്ഞിൽ നിന്ന് പഠിക്കാനുണ്ട്, പ്രാവിൽ നിന്ന് പഠിക്കാനുണ്ട്, എനിക്ക് തോന്നുന്ന ആർത്തവമുള്ള സ്ത്രീകളിൽ നിന്ന് പഠിക്കാനുണ്ട്, വേശ്യകളിൽ നിന്ന്. കൃഷ്ണൻ പറഞ്ഞില്ല വേശ്യകളുടെ അടുത്തല്ല, അപ്പോൾ വേശ്യകളിൽ നിന്ന് പഠിക്കാനുണ്ട്, എല്ലാത്തിനും പഠിക്കാനുണ്ട്. എല്ലാം ഗുരുക്കളാണ്. നമുക്ക് എല്ലാത്തിനും ചില ജ്ഞാനങ്ങൾ സ്വയം നേടിയെടുത്തുകൊള്ളുക. പ്രകൃതിയിൽ നിന്ന് പഠിച്ചുകൊണ്ടാണ് നമ്മൾ എന്തിലേക്ക് പോകേണ്ടത്? ബ്രഹ്മസാക്ഷാത്കാരത്തിന് സ്വയം പോകേണ്ടത്. അല്ല വേറെ ഗുരുവൊന്നുമില്ല. നാട്ടിൽ ഗുരുക്കന്മാർ തപ്പിയാൽ കിട്ടാനും പോകുന്നില്ല. അറിയുന്ന ഗുരു കൊണ്ടൊക്കെ പിന്നെ അവിടെ ഇരിക്കില്ല. അവരെ തന്നെ എല്ലാം ഉപേക്ഷിച്ചിട്ട് സ്ഥലം വിടുവായിരുന്നല്ലോ. ഒന്നിലേക്ക് വസ്ത്രം കൂടി ഉപേക്ഷിച്ചിട്ട് അവിടെ വെച്ചിട്ട് ഉപദേശിക്കുമായിരുന്നു. ഇനി ഏതിൻ്റെ അടുക്കൽ നിന്നും ഏതിനെ അറിയണമെന്ന് ഇനി പറഞ്ഞു തരാമെന്ന് പറയാം. കുറേ ഗുരുക്കന്മാർ പറഞ്ഞു. ഓരോ ഗുരുക്കളും ഓരോ വിഷയത്തിലാണ്. ഞാൻ അതാണ് പണ്ടൊരിക്കൽ പറഞ്ഞത്. എൻ്റെ ഗുരു എന്ന് പറയുന്നത് എന്നെ അക്ഷരം പഠിപ്പിച്ച ആ സ്ത്രീയാണ്. തളാപ്പൂ UP സ്കൂളിൽ പണ്ടത്തെ. അപ്പോൾ അവിടെ മലയാള അക്ഷരം പഠിപ്പിക്കാൻ പണ്ട് ചെറുതിൽ അക്ഷരം ആരോ പഠിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ അക്ഷരം മുഴുവൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് മണൽ വിട്ടിട്ട് ആ ഒരു വളഞ്ഞ ഒരു മെലിഞ്ഞ സ്ത്രീ ഉണ്ട്. എനിക്ക് ഓർമ്മ പോലും ഇല്ല. ഒരു മനസ്സിലിങ്ങനെ രൂപം തെളിയുന്നുണ്ട്. പേരൊന്നും ഇപ്പം വെളിയിൽ വരുന്നില്ല. പക്ഷെ മനസ്സിലൊരു രൂപമുണ്ട്. വളഞ്ഞ ഒരു മെലിഞ്ഞ ഒരു സ്ത്രീ, പക്ഷെ പ്രായമല്ലോ. അവരെ എല്ലായിടത്തും തൂത്ത് മുറിയെല്ലാം വൃത്തിയാക്കി എല്ലാവർക്കും വെള്ളമെല്ലാം കൊണ്ട് കൊടുത്തതിൻ്റെ ശേഷം ഉച്ചക്കഞ്ഞിൻ്റെ എല്ലാ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് മണൽ വന്നിട്ട് ഹരി ശ്രീ എന്നെടുക്കുക. അതാണ് എൻ്റെ ഗുരു. ആ അക്ഷരം കൊണ്ടാണ് ഞാനിത് എല്ലാം ഇന്ന് വായിച്ചിട്ട് എന്തെങ്കിലും എല്ലാം പറയാനെങ്കിൽ പറ്റുന്നത്. എന്തെങ്കിലും എല്ലാം പറയാനെങ്കിൽ പറ്റുന്നത് ആ ഗുരുവിനെ നമിച്ചുകൊണ്ടാണ്. ഇവിടെ ഇങ്ങർക്ക് ചെറിയ കുഞ്ഞുങ്ങൾ, ചെറിയ പെൺകുട്ടികൾ, ഇവളിൽ നിന്നെല്ലാം അവരുടെ ഗുരു, ആത്മീയ ഗുരു. അപ്പം ഏതിൻ്റെ അടുക്കൽ നിന്ന് ഏതിനെ അറിയണമെന്ന് ഇനി പറഞ്ഞു തരാമെന്ന് പറയുകയാണ്. ചില 37 ചില പ്രാണികളാൽ മറ്റുള്ള പ്രാണികൾ ആക്രമിക്കപ്പെടുമെന്ന് അറിഞ്ഞിട്ടും അവർ ധീരമായി തങ്ങളുടെ കർമ്മങ്ങളിൽ മുഴുകുന്നു. അതിലൂടെ ഈ ഭൂമിയിൽ ഇടകാതെ നിൽക്കണമെന്ന വ്രതം അഭ്യസിച്ചു. അപ്പോൾ ഒന്നാമത്തെ ജ്ഞാനം ഇവിടെ കാട്ടിൽ നോക്കിയാൽ മതി. കാട്ടിൽ നോക്കണ്ട, യൂട്യൂബ് തുറന്നാൽ മതി. കാട്ടിലെ മൃഗങ്ങളെയെല്ലാം പടമെടുത്ത് കഴിഞ്ഞാൽ സിംഹം ഇവിടെ ഇരുന്നിട്ട് ഒരുത്തിനെ കൊന്നു തിന്നുന്നുണ്ടാവും. സിംഹം ഒരു മാനിനെ കടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ അങ്ങോട്ട് മാനുകൾ അങ്ങനെ അവരവരുടെ ജോലി നോക്കി തിന്നണം. അവനും അറിയാം അടുത്ത് തന്നെ ഇവിടെ പിടിച്ച് തിന്നു. എന്നാലും അതിലൊന്നും ഭയമില്ലാതെ അവരുടെ കർമ്മത്തിൽ മുഴുകിയിരിക്കുകയാണ്. പിടിച്ചു തിന്നുമ്പോൾ തിന്നിട്ടല്ല, അത് ജീവിക്കാനല്ലേ പറ്റും. നമ്മൾ തന്നെ ഇപ്പം ചിക്കൻ വാങ്ങാൻ പോയി എന്ന് വെച്ചോളൂ, കുറേ കോഴികൾ അവിടെ ഉണ്ടാവും. അതിൽ നിന്ന് ഒരുത്തനെ പിടിച്ചിട്ട് ഒന്നിനെ പിടിച്ചിട്ട് കഴുത്തറച്ചിട്ടാണ് മുറിച്ച് തരുന്നത്. അപ്പം മറ്റേ കോഴികളെല്ലാം നോക്കുന്നുണ്ട്, നോക്കുക പോലും ഇല്ല. അവന്മാരവിടെ കിടക്കുന്ന ഒന്ന് ചിലത് വെള്ളം കുടിക്കുന്നുണ്ടാകും, ചിലത് അരി കൊത്തി തിന്നുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് തിന്നുന്നത്? ചിന്തിച്ചു കഴിഞ്ഞാൽ തിന്നാൻ തോന്നുന്നു, വെള്ളം കുടിക്കാൻ തോന്നുന്നു. അതിനൊന്നും ഒരു കൂട്ടമില്ല. അതവിടെ നിന്ന് വെള്ളവും കുടിക്കും, അരിയും കൊത്തി തിന്നും. അതിനൊന്നിനെ പിടിച്ചിട്ട് കഴുത്തറച്ചിട്ട് ഇപ്പുറത്തുനിന്ന് സൈഡിൽ വെച്ചിട്ട് തോലെല്ലാം ഉരിച്ചിട്ട്
കഷ്ണിക്കുന്നു, അതൊന്നും നോക്കുകയില്ല. അറിയാത്തോണ്ടൊന്നുമില്ല, ബുദ്ധിയില്ലാത്ത ജീവികളൊന്നുമില്ല. അതുപോലെ നമ്മുടെ കർമ്മവും ചെയ്തു കൊള്ളുക സന്യാസി. ഇതാണ്, ആരെയും ഭയക്കണ്ട. എന്തിനാ ഭയം? നമ്മുടെ ധർമ്മം ചെയ്യുക. നമ്മുടെ ധർമ്മം തീരുമ്പോൾ കോഴി വിചാരിക്കുന്നു അന്ന അർത്ഥം തിന്നുള്ളൂ. അതുവരെ എനിക്ക് കുറച്ച് ധർമ്മമുണ്ട്, വെള്ളം കുടിക്കണം, തിന്നണം. പ്രകൃതിയിൽ നിന്ന് പഠിക്കുകയാണ്, അതാണ് ഒന്ന്. ഇനി 38 എപ്പോഴും പരോപകാരത്തിനായി അന്യന്മാർക്ക് വേണ്ടി മാത്രം തൻ്റെ ജനനത്തെ കാണണം. ഇത് ഏതിൽ നിന്നാണ് പഠിച്ചത്? ഒരു മലയമേല് ഒരു മാവിങ്ങനെ, ഒരു മരം ഇങ്ങനെ ഇരിക്കുന്ന മരത്തിൻ്റെ ശിഷ്യന, മരത്തിൽ നിന്നും പഠിക്കണം. ഒരു വലിയ മലാല, വേറെ ഒന്നുമില്ല, അടുത്തൊരു ഒരു മരമുണ്ട് നിൽക്കുന്നു. മല എന്തിനു വേണ്ടി അവിടെ നിൽക്കുന്നത്? മലയാണ്, ചൂടാണ്. ആരെങ്കിലും വരികയാണെങ്കിൽ ഇരുന്നോട്ടെ, കാറ്റ് കൊണ്ടോട്ടെ. അതിന് വേണ്ടിയിട്ടാണ് മരം നിൽക്കുന്ന അവിടെ ഒറ്റക്ക്. ആരെ കൂട്ടുമില്ല, വേറെ ഒരു മരങ്ങളും ഇല്ല. ആ മരം നിൽക്കുന്ന ആർക്ക് വേണ്ടി? നമുക്കെല്ലാം വേണ്ടിയിട്ട്. ആരെങ്കിലും വേണ്ടിക്ക് ഈ മരുഭൂമി മാതിരിയുള്ള സ്ഥലത്ത് വെയിലും കൊണ്ട് ഒരു സഹായം ചെയ്തു കൊടുക്കാം. അതാണ് മരം നൽകുന്നത്. അപ്പം മരത്തിൻ്റെ ശിഷ്യനായിക്കൊണ്ട് ഞാനും എന്ത് ചെയ്യുന്നു? എൻ്റെ ജീവിതം നയിക്കുന്നു. ആർക്കെങ്കിലും വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ടൊന്ന്. ആ ത്യാഗം സഹിച്ചുകൊണ്ട് ഞാനങ്ങനെ കഴിയുകയാണ്. അത് അഭ്യസിക്കണം. ആ മരം അഭ്യസിക്കുന്നത് പോലെ നമ്മളും നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി എന്ന നിലയിൽ അഭ്യസിക്കണം. അപ്പോൾ അവിടെ ഗുരുവാരാണ്? മരമാണ് അദ്ദേഹത്തിൻ്റെ ഗുരു. എങ്ങനെ ചെയ്താൽ ജ്ഞാനം നശിക്കില്ലയോ, വാക്കും മനസ്സും സ്ഥിരമായിരിക്കുന്നുവോ? എങ്ങനെ ചെയ്താൽ ജ്ഞാനം നശിക്കില്ല, വാക്കും മനസ്സും സ്ഥിരമായിരിക്കും? മുനി അപ്രകാരം പ്രാണരക്ഷക്കായിട്ടുള്ള ഭക്ഷണം കൊണ്ട് മാത്രം സന്തുഷ്ടനാകണം. നമ്മളെ പ്രാണൻ രക്ഷിക്കാനുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. പ്രാണൻ നിലനിർത്താൻ, ജീവൻ പോകാതിരിക്കാനുള്ള ഭക്ഷണം, അതിനത്രേ വേണ്ടോ? ഒരു പിടി ഭക്ഷണം. വല്ലയിടത്തും പോയാൽ കൈ നീട്ടിയാൽ കിട്ടും ഒരു പിടി ഭക്ഷണം. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു 2-3 ദിവസം ഭക്ഷണം കഴിക്കാതെ നിന്നുകൊണ്ടൊന്നും ചത്തൊന്നും പോവില്ല. അപ്പം കിട്ടുമ്പോൾ കുറച്ച് കഴിച്ചോളുക, പ്രാണനെ നിലനിർത്താൻ വേണ്ടി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജ്ഞാനം നശിക്കില്ല, വാക്കും മനസ്സും സ്ഥിരമായി. വാക്ക് പിന്നെ പറയാനൊന്നും തോന്നില്ല. ഇന്ദ്രിയങ്ങൾക്ക് തൃപ്തി നൽകുന്ന രസം രൂപം ഇവയിൽ സന്തുഷ്ടരാകരുത്. ഇന്ദ്രിയങ്ങൾക്ക് രസം തോന്നാം, നല്ല മാങ്ങ കിട്ടുന്നുണ്ട്, എന്നാൽ കുറച്ചേ തിന്നാൻ പാടുള്ള നല്ലൊരു ആപ്പിൾ വാങ്ങിയിട്ട് തിന്നുകളെ. ഈ ചിന്തയൊന്നും പാടില്ല. എന്ത് തന്നാലും എന്ത് കിട്ടിയാലും തിന്നോളൂ. അല്ലാതെ എന്നാൽ പിന്നെ കുറച്ചേ തിന്നുള്ള നല്ല സത്ത വാങ്ങിയിട്ട് വൈറ്റമിൻ ഗുളികയെല്ലാം വാങ്ങിയിട്ട് തിന്ന് കളയാനൊന്നും വെച്ചേക്കരുത്. അതൊന്നും പാടില്ല. ഇനി 40 നാനാഭാഗത്തും നാനാ വിഷയങ്ങളിൽ പ്രവേശിച്ചവനായ കാറ്റ്. ഈ കാറ്റ് എന്നത് എല്ലായിടവും വ്യാപിക്കുന്നുണ്ട്. എല്ലാ വിഷയവും അടിപിടി, ഒരാൾ 2 പേര് അടിപിടി കൂടുന്നുണ്ടെങ്കിൽ അവിടെയും കാറ്റത്തും, 2 പേര് പക്ഷികൾ പാടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെയും കാറ്റത്തും, എല്ലായിടത്തും കാറ്റെത്തിയിട്ട്. പക്ഷേ കാറ്റ് ഇതുമായിട്ട് എന്തില്ല, അവയിൽ ബന്ധപ്പെടാത്തതുപോലെ അതുമായിട്ട് അതിനൊരു ബന്ധവുമില്ല. കാറ്റെല്ലായിടത്തും സർവവ്യാപിയാണ്. പക്ഷേ ഒന്നുമായിട്ട് ബന്ധമില്ലാത്തതുപോലെ ഗുണദോഷങ്ങൾ വിട്ടുപിരിഞ്ഞ മനസ്സോടുകൂടി യോഗിയിരിക്കണം. അപ്പം യോഗി ഉടുതുണിയെല്ലാം ഉപേക്ഷിച്ച് എന്തെങ്കിലും കിട്ടുന്നത് തിന്നുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ആൾക്കാരവിടെ ഇരുന്ന് വേളം കൂട്ടിയോ അടിപിടി കൂട്ടിയോ പാട്ട് വയ്ക്കോ ഡ്രാമ നടക്കുകയോ അതിൻ്റെ ഇടക്കൂട്ടി അങ്ങനെ അങ്ങ് പോയിക്കൊള്ളുക. അതിലൊന്നും ശ്രദ്ധ പതിപ്പിക്കരുത്. ഇനി 41 ആത്മജ്ഞാനിയായ യോഗി. അതേസമയം യോഗികൾക്കും ചിലപ്പോൾ എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം ചെയ്യാൻ ഇച്ഛയുണ്ടാവും. അത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യണം.
ശരീരത്തിൽ പ്രവേശിച്ച ശരീരധർമ്മങ്ങൾ ആശ്രയിച്ചിട്ട് കാറ്റ് ഗന്ധത്തോട് ചേരാത്ത പോലെ ശരീരധർമ്മങ്ങളോട് ബന്ധപ്പെടരുത്. യോഗി എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ടാവും. പക്ഷെ ആ കർമ്മം ചെയ്യുമ്പോഴും അതിൽ മനസ്സ് എനിക്ക് വേണ്ടി എന്ന ചിന്ത വരരുത്. ഒരാൾ ഒരു സന്യാസി ഇങ്ങനെ പോകുമ്പോൾ, ഇതെല്ലാം ഉടുതുണിയെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ, ഭ്രാന്തനെപ്പോട്ട് പോകുമ്പോഴും ഒരാൾ പറയുകയാണ്, എടോ ഈ സാധനം അങ്ങോട്ടൊന്ന് കളഞ്ഞ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ജോലിയാണെങ്കിൽ എടുത്തങ്ങ് കളഞ്ഞേക്കണം. അതിൽ എന്ത് സാധനം അത്, ഇതെനിക്ക് പൊന്തുമില്ല, ഇങ്ങനെയൊന്നുമുള്ള വർത്തമാനങ്ങളൊന്നും പറയാൻ നിൽക്കില്ല. പറ്റുന്നതാണെങ്കിൽ എടുത്തങ്ങ് കളയുക, ഒന്നും പ്രതികരിക്കാനും പോകരുത്. അത്തരത്തിൽ എന്തെങ്കിലും കർമ്മം ബാക്കിയുണ്ടെങ്കിൽ അതിൽ ശരീരധർമ്മങ്ങളോട് ബന്ധപ്പെട്ടു പോകരുത്. ഏതുപോലെ കാറ്റ് അടിക്കുകയോ മരത്തെ തള്ളിയിടുകയോ എന്തെല്ലോ ചെയ്യും. കാറ്റ് ശക്തിയിലാണ് അടിക്കുന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്കുള്ള മരത്തെയെല്ലാം അല്ലെങ്കിൽ അവിടുത്തെ സാധനങ്ങളെയെല്ലാം പാറ്റിക്കളയും. എന്നാലും കാറ്റിന് അനുഭവിച്ച ഒരു ബന്ധമൊന്നുമില്ല, അതുപോലെ പോയിക്കൊള്ളും. അതാണ് കാറ്റ് ഗുരു. ഇനി 42 ഇനി ആകാശമാണ് ഗുരു. മുനി ദേഹത്തിലിരുന്നാലും സ്ഥാവര ജംഗമ വസ്തുക്കളിൽ സംബന്ധത്താൽ ഉണ്ടാകുന്ന വ്യാപ്തികളാൽ ബ്രഹ്മസ്വരൂപ ഭാവന ഉണ്ടായി ആകാശത്തെ പോലെ രാഗരഹിതനായും ഭേദരഹിതനായും ഭവിക്കണം. ഭേദരഹിതം എന്ന് പറഞ്ഞാൽ ഭേദവ്യത്യാസമൊന്നുമില്ല. ആകാശത്തിനൊരു വ്യത്യാസമില്ല. അതിലോട്ട് ചിലപ്പം റോക്കറ്റ് പോവും, വിമാനം പോവും, മേഘം പോവും. അതങ്ങനെ അതിലൊന്നും ബന്ധപ്പെടാതെ ഇരിക്കുന്നത് പോലെ ദേഹത്തിലിരുന്നാലും മുനി ദേഹത്തിൽ തന്നെയാണ് ആത്മാവുള്ളത്. മുനിക്കും, അതായത് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്ന മുനിക്കും ശരീരത്തിൽ തന്നെയാണ് അങ്ങേര് ഇരിക്കുന്നത്. അങ്ങേര് ആ ചിന്ത ഞാൻ ഉപേക്ഷിച്ചെങ്കിലും ആ ശരീരത്തിലാണ് ഇരുന്നാലും സ്ഥാവര ജംഗമ വസ്തുക്കളിലെല്ലാം പെടുന്ന പുറത്ത് കാണുന്ന സ്ഥാവര ജംഗമ വസ്തുക്കളുടെ ഇടക്കൂട്ടിയെല്ലാം പോകുന്നുണ്ടെങ്കിലും ആ വ്യാപ്തിയാൽ അതിനെയെല്ലാം ബ്രഹ്മസ്വരൂപ ഭാവന ഉണ്ടായി. അപ്പോൾ ഈ ശരീരത്തിൽ തന്നെയാണ് ഇരിക്കുന്നുണ്ടെങ്കിലും പുറത്ത് കാണുന്ന സ്ഥാവര ജംഗമ വസ്തുക്കളിലെല്ലാം ബ്രഹ്മസ്വരൂപമായി കാണും. അതിലൂടെ പോകുമ്പോൾ അതെല്ലാം ബ്രഹ്മം തന്നെ, ആ പോകുന്നതെല്ലാം ബ്രഹ്മം തന്നെ. ആകാശം അങ്ങനെയല്ലേ നിൽക്കുന്നത്. വിമാനം പോയാലും മേഘം പോയാലും റോക്കറ്റ് പോയാലും അതിനൊരു കൂട്ടമൊന്നുമില്ല, എന്തോ പോകട്ട്. അതുപോലെ സ്ഥാവര ജംഗമ വസ്തുക്കളിലെല്ലാം ബ്രഹ്മമായി കണ്ടുകൊണ്ട് ആകാശത്തെ പോലെ രാഗരഹിതനായിട്ട് ഭേദരഹിതനായിട്ട് ഭവിക്കണം. അതായത് എല്ലാം ബ്രഹ്മമായിട്ട് കണ്ടുകൊണ്ട് ജീവിക്കുക. കാറ്റിനാൽ പ്രേരിക്കപ്പെട്ട മേഘങ്ങളോട് ആകാശം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? കാറ്റ് മേഘത്തെ എല്ലാം അടിച്ച് ഒരുമാതിരിയെല്ലാം ആക്കും. ആകാശത്തിൽ കാറ്റടിച്ച് മേഘങ്ങളെല്ലാം കൊണ്ട് കൂട്ടി ഇടിപ്പിച്ചിട്ട് ഇടി മിന്നല് എല്ലാം ഉണ്ടായാലും ആകാശത്തിനൊരു കുലുക്കുമില്ല. അതുപോലെ കാലസൃഷ്ടങ്ങളും കാലങ്ങൾ പലതും നമ്മളെ നേരെ പ്രയോഗിക്കും. സത്വാദി ഗുണങ്ങളും തേജസ്, ജലം, പൃഥ്വി മൂലാവിയുള്ള എല്ലാം ഉണ്ടായാലും ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കാൻ ശ്രമിച്ചാലും ആത്മാവിതുമായിട്ടൊന്നും ബന്ധപ്പെടുന്നില്ല. നമ്മുടെ ആത്മാവ് ഞാനെന്ന ചിന്ത കാലം വന്നു പോയിരിക്കും. കാലം ചിലപ്പം മഴ പെയ്യിപ്പിച്ചെന്ന് വരും, ചിലപ്പം വെയിൽ അർപ്പിച്ചെന്ന് വരും. അതെന്തോ ആകട്ടെ, അതിൻ്റെ പാട്ടിന് പോകട്ടെ. അതുപോലെ തന്നെയുള്ള തേജസ്, ജലം, പൃഥ്വി മൂലാവി എല്ലാം എന്തെങ്കിലും പ്രയോഗിക്കും. പക്ഷേ നമ്മൾ ആകാശം പോലെ ആകാശത്തിൽ കാറ്റ് മേഘങ്ങളെ കൊണ്ട് എന്തെല്ലോ ചെയ്യിപ്പിച്ചാലും ആകാശത്തിനൊരു കൂട്ടുമില്ല. അതുപോലെ നമ്മൾ എന്തായിരിക്കണം? നമ്മൾ ആത്മാവാണ്, ആത്മാവിന് ഇടിയായിട്ട് ഒരു ബന്ധവുമില്ല എന്ന നിലയിൽ ഇരിക്കണം. അപ്പം മേഘമാണ്, ആകാശമാണ് അവിടെ ഗുരു. ഇനി 44 ഇനി ജലമാണ് ഗുരു. മുനി ജലത്തിന് സമാനമായി ഇരുന്നു കൊണ്ട്, ജലത്തിന് സമാനമായിരിക്കണം. ജലത്തിൻ്റെ പ്രത്യേകത എന്താണ്? നിർമ്മലനാണ്,
പ്രേമമുള്ളവനാണ്, നമ്മളോട് പ്രേമമുള്ളവനാണ്, ദാഹേലം പെട്ടെന്ന് തീർത്ത് തരും. മധുരമായി സംസാരിക്കുന്നവനും ആയിരിക്കണം. ആര്? മുനി. ജലത്തെപ്പോലെ മധുരമായി സംസാരിക്കുക, പ്രേമമുള്ളവനാവുക, നിർമ്മലമുള്ളവനാവുക. എന്നിട്ട് ജലം എല്ലാവരെയും ശുചിയാക്കുന്നത് പോലെ യോഗിയും ദർശനം, സ്പർശനം, കീർത്തി ഇവകളാൽ ജലത്തിനെ പോലെ പരിശുദ്ധമാക്കണം ഈ ലോകത്തെ. താൻ നോക്കിയാലോ ദർശിച്ചാലോ എല്ലാം ഒരു ദോഷവും ഈ ലോകത്തിനുണ്ടാകാൻ പാടില്ല. പരിശുദ്ധമായി തീരണം. ദോഷം ചെയ്യുമ്പോഴാണല്ലോ നേരെ വിപരീതമാണല്ലോ ദോഷം. ദോഷം ചെയ്യില്ലെങ്കിൽ തന്നെ എല്ലാം സമാന ഭാവത്തോടുകൂടി കാണണം. ജലം പോലെ, ജലം ശുദ്ധി ചെയ്യുകയേ ചെയ്യുള്ളൂ, കാമായിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും വേണ്ടത് ജലമില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. അത്തരത്തിലാണ് ജലമുള്ളത്. അതേപോലെ യോഗിയും വർത്തിക്കണം. അപ്പോൾ അവിടെ ജലമാണ് ഗുരു. ഇനി 45 പറയുകയാണ്, യോഗി അഗ്നിയെ പോലെ ആയിരിക്കണം, തേജസ്വിയും ദീപ്തിമാനുമായിരിക്കണം. അഗ്നിയുടെ പ്രത്യേകത എന്താ? ആരും സമീപിക്കാൻ കഴിയാത്തവനായിരിക്കണം. നമ്മുടെ അടുത്ത് ആരും ഇങ്ങോട്ട് വരാൻ പാടില്ല. അതിനാണ് ഭ്രാന്ത പിശാചുമാരി നടക്കുമ്പോൾ പിന്നെ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരുമോ? അതിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പൊള്ളും. എന്തോ പേടിച്ചിട്ട് ആരും ഭ്രാന്തൻ്റെ അടുത്ത് ആരെങ്കിലും പോകുമോ? അഗ്നിയും ഭ്രാന്ത് പിടിച്ച മാതിരിയുള്ളൊരു സാധനമാണ്. അതുപോലെ ആയിരിക്കണം നമ്മളും. ആരും സമീപിക്കാൻ കഴിയാത്തവൻ. നമ്മളുടെ അടുത്ത് ആരും വരാൻ പാടില്ല, നമ്മളെ ശല്യം ചെയ്യാൻ പാടില്ല. നമുക്കിങ്ങനെ നടന്നു പോകണം. വയറ് ഭിക്ഷാപാത്രമായിരിക്കണം. അഗ്നിയുടെ ഭിക്ഷാപാത്രം എന്താണ്? അഗ്നി തന്നെയാണ്. അഗ്നിയിൽ പുല്ലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കത്തും. അവിടെ വയറ് ഭിക്ഷാപാത്രമായിരിക്കണം. എന്തെങ്കിലും വേണ്ടിയെങ്കിലും വയറ്റിലാണ് സംഭരിക്കേണ്ടത്, അല്ല കയ്യിൽ വെച്ചിട്ട് വാങ്ങി സ്വീകരിക്കരുത്. സർവവും ഭക്ഷിച്ചാലും അവയാലുള്ള ദോഷത്തെ പ്രാപിക്കുകയില്ല. അഗ്നിയിൽ എന്തിട്ട് കഴിഞ്ഞാലും ദുഷിച്ച വിഷവസ്തുക്കളിട്ടാലും അഗ്നിക്കൊരു കുഴപ്പവും പറ്റില്ല, ശുദ്ധമായിരിക്കും. അഗ്നിയിൽ മല വിട്ട് കഴിഞ്ഞാലും അഗ്നി ശുദ്ധം തന്നെയാണ്. അതുപോലെ യോഗി എന്ത് തിന്നു കഴിഞ്ഞാലും ഒരു ദോഷവും സംഭവിക്കരുത്. കാരണം ചിക്കനാണ് ദക്ഷിണയായിട്ട് കിട്ടിയാൽ ചിക്കൻ തിന്നു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിലെ രുചിയൊന്നും ചിന്തിക്കരുത്. ഒരാൾ കൈ നീട്ടുമ്പോൾ തരികയാണ് ചിക്കൻ ഫ്രൈ ആകുന്ന, ചിക്കൻ ഫ്രൈ ആ കടിച്ചെന്ന് നിൽക്കും, അത്ര തന്നെ. പക്ഷെ അങ്ങേർക്ക് എന്തുണ്ടാവില്ല, അതുകൊണ്ട് ഒരു ദോഷവും സംഭവിക്കില്ല. കാരണം അങ്ങേര് എന്തിനു വേണ്ടി ഇത് തിന്നുന്നത്? ശരീരത്തിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പം ചിക്കൻ വാങ്ങിയിട്ട് അങ്ങ് അടിച്ച് കഴിക്കൊന്നുമില്ല, മൂക്കുമുട്ട ആരെങ്കിലും തന്നാൽ ജീവൻ നിലനിർത്താൻ ഒരു കഷ്ണം കടിച്ചെന്ന് തിന്നു, അത്രയാണ്. അതുകൊണ്ടാണ് അഗ്നിയിലിട്ടാലും ഒന്നും അഗ്നിക്കൊന്നും പറ്റില്ല. അതുകൊണ്ട് എന്ത് തിന്നാലും എന്തെങ്കിലും ഒരു ഭിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ശുചിയും നോക്കേണ്ട, ഒരു ചുക്കും നോക്കേണ്ട, തിന്നേക്കോ. ഇനിയോ 46. ഹോമം ചെയ്യുന്നവരുടെ പാപങ്ങളെല്ലാം ഇല്ലാതാകും. മുമ്പും പിൻപും അറിഞ്ഞും അറിയാതെയും എല്ലാം സംഭവിക്കുന്ന പാപങ്ങളെ ഹോമം ഇല്ലാതാക്കുന്നത് പോലെ അഗ്നി എല്ലാറ്റിനെയും ദഹിപ്പിച്ച് ശുദ്ധമായിരിക്കുന്നത് പോലെ നമ്മളും എന്തെങ്കിലും ഭക്ഷിച്ചു കഴിഞ്ഞാലും അത് കിട്ടുന്നത് ഭക്ഷിക്കും. പക്ഷേ അത് നമ്മളെ പാപത്തിലേക്കൊന്നും നയിക്കില്ല. ഹോമത്തിലൂടെ എല്ലാ പാപവും ഇല്ലാതാകുന്ന പോലെ അഗ്നിയിൽ എന്ത് അർപ്പിച്ചാലും അഗ്നിക്കേട് ദോഷമാകാത്തതുപോലെ നമ്മളും എന്ത് തന്നു കഴിഞ്ഞാലും അത് കഴിച്ചുകൊണ്ട് വേറെ ദോഷങ്ങളൊന്നും വരാൻ പോകുന്നില്ല യോഗിയെ സംബന്ധിച്ചിടത്തോളം. കാരണം അവൻ ശരീരം നിലനിർത്താനുള്ളത് കുറച്ച് രുചിയും ഒന്നും നോക്കാതെ കഴിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇനി 47. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട തത്വം, പരമാത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുന്നത് എങ്ങനെയാണെന്ന്, പരമാത്മാവ് ശരീരത്തിൽ പ്രവേശിച്ചാൽ എങ്ങനെയാണ് അത് പ്രകടമാകുന്നതെന്ന്, അഗ്നി അതാത് വസ്തുക്കളിൽ കടന്നാൽ അതിന് സദൃശ്യമായ രൂപത്തെ പ്രാപിക്കുന്നു.
അഗ്നി ഒരു കമ്പിത്തിരി പൂത്തിരിയിൽ കത്തിച്ചു കഴിഞ്ഞാൽ അത് ആ രൂപത്തിൽ പ്രകടമാകും. അഗ്നി ഒരു തീപ്പെട്ടിൻ്റെ പൊള്ളിൻ്റെ അറ്റത്താണ് പ്രകടമാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ രൂപത്തിൽ കത്തും. ഗ്യാസ് സ്റ്റൗവിലാണെങ്കിൽ അതിൻ്റെ രൂപത്തിൽ കത്തും. അപ്പം അഗ്നി ഏതിലാണോ പ്രവേശിക്കുന്നത് അതിനനുസരിച്ച് അത് മാറുന്നത് പോലെയാണ് പരമാത്മാവ് ഈ ശരീരത്തിൽ കയറുമ്പോൾ അത് ആ രൂപം, ആ ശരീരത്തിൻ്റെ സ്വഭാവങ്ങൾ അത് കാണിക്കും. പക്ഷേ പരമാത്മാവ് ഒന്നേ ഉള്ളൂ, അഗ്നി ഒന്നേ ഉള്ളൂ. പക്ഷെ ഏതിലാണോടെയാണോ പ്രകടമാകുന്നത് അതിൻ്റെ സ്വഭാവം കാണിക്കുന്നതായിട്ട് മാത്രം ചിന്തിച്ചാൽ മതി. അതാണ് അഗ്നി നൽകുന്ന, അഗ്നി പഠിപ്പിക്കുന്ന മറ്റൊരു തത്വം. സ്പഷ്ടമായിട്ട് 46:8 സ്പഷ്ടമായിട്ട് അറിയുവാൻ കഴിയാത്ത കാലത്തിൻ്റെ സൃഷ്ടിയുടെ കാര്യങ്ങൾ, മരണം വരെയുള്ള, ജനനം മുതൽ മരണം വരെയുള്ള കാലത്തിനനുസരിച്ച് ജീവിതത്തിൻ്റെ പോക്ക് സ്പഷ്ടമായിട്ട് നമുക്കറിയാൻ പറ്റില്ല. നടക്കുമ്പോഴേ അറിയാൻ പറ്റും. കാലം നമ്മളെ ജനന മരണങ്ങളിലൂടെ കൊണ്ടുപോകുമ്പോൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്നും നമുക്ക് അറിയില്ല. ആ അവസ്ഥ ഏതുപോലെയാണ്? ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം പോലെയാണ്. ചന്ദ്രനെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ആ ഗ്രഹത്തിൻ്റെ കലകൾ ഓരോ ദിവസമായിട്ട് കൂടി വരുന്നതായിട്ട് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ ചന്ദ്രൻ അത് സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രൻ ഇങ്ങനെ ചെറുതും വലുതൊന്നും ആകുന്നില്ല. അത് നമുക്ക് തോന്നലാണ്. യഥാർത്ഥത്തിൽ ചന്ദ്രൻ്റെ പൂർണ്ണ അവസ്ഥയിലാണുള്ളത്. പക്ഷെ നമുക്ക് തോന്നുന്നതാണ് ചെറുതും വലുതും എല്ലായിട്ട്. അതുപോലെ ആത്മാവിനും എന്തില്ല? കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ ആത്മാവിനെ ബാധിക്കുന്നില്ല. അപ്പം നമ്മൾ നോക്കുമ്പോൾ ചന്ദ്രൻ കൂടിയും വലുതും ചെറുതും എല്ലാം മാതിരി തോന്നുന്ന പോലെ തന്നെയാണ് ആത്മാവ് ഏതെങ്കിലും ശരീരത്തിലേക്ക് കടന്നിട്ട് കാലം മുന്നോട്ടേക്ക് പോകുമ്പോഴും മനുഷ്യ ശരീരത്തിനുമെല്ലാം പല സ്വഭാവവിശേഷങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും അത് നമ്മളെ നോട്ടപ്പിശക് കൊണ്ടുള്ള കാര്യമാണ്. അതിൻ്റെ അകത്തുള്ള ആത്മാവിന്, ഞാനെന്ന ചിന്തയുണ്ടാക്കുന്ന ആത്മാവിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അതിന് വൃദ്ധിക്ഷയവുമില്ല, അതിൻ്റെ ശക്തി കൂടുന്നുമില്ല. ഇതെല്ലാം ചന്ദ്രനിൽ നിന്ന് മനസ്സിലായിക്കൊള്ളണം. 49 പറയുകയാണ്, നദീതുല്യമായ വേഗത്തോടുകൂടിയ കാലം കൊണ്ടുണ്ടാകുന്ന ഉൽപ്പത്തിയും നാശവും നദി തുല്യമായ വേഗത്തിൽ, നദി ഒഴുകുന്ന വേഗത്തിൽ കാലം ഇങ്ങനെ നദിക്ക് സമാനമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉൽപ്പത്തിയും നാശവും ജനനവും മരണവും അഗ്നിയുടെ ജ്വാലകളെപ്പോലെ ശരീരത്തിന് തുടർന്ന് വരുന്നു, ആത്മാവിനില്ല. ശരീരത്തിനാണ് ജനനവും മരണവും ഉള്ളത്, ആത്മാവിന് ജനനമോ മരണമോ ഇല്ല. അഗ്നികളുടെ ജ്വാല ഇങ്ങനെ ഉണ്ടാകുകയും ഇല്ലാതാവുകയും ചെയ്യും, ജ്വാലകൾ. അതുപോലെയാണ് ശരീരം ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യും. പക്ഷെ അടിസ്ഥാന വസ്തുവായ ആത്മാവിന് അങ്ങനെ ജനനമൊന്നുമില്ല. അയ്മ്പതിൽ പറയുകയാണ്, സൂര്യകിരണങ്ങളാൽ വെള്ളം പോലെ. സൂര്യകിരണങ്ങളാൽ വെള്ളത്തിന് എന്താണ് സംഭവിക്കുന്നത്? വെള്ളം ബാഷ്പീകരിച്ച് മുകളിലോട്ട് പോകും, ഭൂമിയിൽ നിന്ന് വെള്ളത്തെ ആകർഷിച്ച് മുകളിലേക്ക് എടുക്കും, വേറൊരു കാലം വരുമ്പോൾ വിടുന്നു. അല്ലാതെ സൂര്യൻ അതുമായിട്ട് ബന്ധമൊന്നുമില്ല, ഉയർത്തുന്നു വിടുന്നു. അതുപോലെ യോഗിയും ഇന്ദ്രിയങ്ങളാൽ വിഷയങ്ങളെ ഗ്രഹിക്കുന്നുണ്ട്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങൾ ഗ്രഹിക്കുന്നു, പിന്നെ അവൻ ആഗ്രഹിക്കുമ്പോൾ അതിനെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. അവയിൽ ഒട്ടുന്നില്ല, അവൻ ആ വിഷയത്തിൽ ഒട്ടി നിൽക്കുന്നില്ല. എന്തെല്ലോ കാണും, അതേപോലെ അങ്ങ് കളയും. അതാണ് അതിൻ്റെ അർത്ഥം. എന്തെങ്കിലും കാണുന്നുണ്ടാവും യോഗിയുടെ കണ്ണിൽ എന്തെല്ലോ വന്ന് പതിക്കുന്നുണ്ടാവും. അവനത് ഉൾക്കൊള്ളാതെ അതേപോലെ അങ്ങ് വിടുന്നു. ഏതുപോലെ സൂര്യൻ മഴവെള്ളത്തെ ഉയർത്തുന്നു, സൂര്യൻ എടുക്കുന്നൊന്നുമില്ല, നേരെ അങ്ങ് വിട്ടേക്കുന്നു. ഇനി 51 സൂര്യ സമാനമായ ആത്മാവ്. ആത്മാവൊപ്പം സൂര്യന് സമാനമാണ്. ഉപാധികളിൽ പ്രതിബിംബിച്ച് എന്തെല്ലോ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് പ്രതിബിംബിക്കുന്നത്. ആത്മാവ് മനുഷ്യ ശരീരത്തിൽ കിടന്നു,
എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ അത് പ്രതിബിംബിക്കുന്നു. സ്ഥൂല ബുദ്ധിക്കാരിൽ, അങ്ങനെയുള്ള ഇടുങ്ങിയ ബുദ്ധിക്കാരിൽ ഉപാധികളോട് കൂടി വിവരിക്കുന്നതായി തോന്നുന്നു. അവരെന്തെല്ലോ ഉപാധികൾ, ജീവിതത്തിലെ പല ഉപാധികളും വെച്ചുകൊണ്ട് അവർ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കുകയാണ്. ആര്? സ്ഥൂല ബുദ്ധിക്കാർ. അതായത് സാധാരണ ജനങ്ങൾ സൂര്യസമാനമായ ആത്മാവ് അവനിൽ പ്രവേശിക്കുമ്പോൾ അവൻ അത് ഉപാധികളുടെ അടിസ്ഥാനത്തിൽ, ഉപാധികളുടെ അടിസ്ഥാനം എന്താണ്? പുറത്ത് കാണുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ, ആ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് പല രൂപത്തിൽ പ്രതിഫലിക്കും. അത് അവനിലൂടെ പ്രതിഫലിക്കും. യോഗിയിലാണെങ്കിൽ അത് പ്രതിഫലിക്കില്ല. അതാണ് ആ വ്യത്യാസം. അതിൽ രൂപഭേദവും അവനിടലിക്കും. അവൻ കാണുന്നതെല്ലാം പലതായിട്ട് കാണും. പക്ഷെ യോഗിയാണെങ്കിൽ എല്ലാത്തിലും ബ്രഹ്മത്തെ തന്നെ ദർശിക്കും. ഇനി 52. അധികമായ ബന്ധമോ. ഇനി പ്രാവിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രാവിനെ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഗുരുവായിട്ട്. ഇനി പ്രാവിനെ വെച്ച് പറയുകയാണ്. പ്രാവ് എങ്ങനെയാണ് ഗുരുവായത്? അധികമായ ബന്ധമോ പ്രീതിയോ ഒരു വസ്തുവോടും ഒരുത്തനോടും വെക്കരുത്. ഒരാളോടും ഒരു വസ്തുവോടും അമിതമായ ബന്ധമോ പ്രീതിയോ വെക്കരുത്. വിവേകരഹിതനായി ബന്ധനത്തിൽ അകപ്പെടുന്നവൻ പ്രാവ് പോലെ ദുഃഖിക്കുന്നു. വിവേകരഹിതനായി ബന്ധനത്തിൽ അകപ്പെടുന്നവൻ, ഞാൻ എൻ്റേത്, എൻ്റെ വീട്ടുകാർ, എൻ്റെ ശത്രുക്കൾ, ഇത് എന്നുള്ള ബന്ധനത്തിൽ അകപ്പെടുന്നവൻ, അതായത് ജീവിതമെല്ലാം ഞാൻ എൻ്റേത് എന്ന ചിന്ത വെച്ച് നയിക്കുന്നവൻ പ്രാവിനെ പോലെ ബന്ധനത്തിലകപ്പെടുന്നു. എന്താ പ്രാവ് ബന്ധനത്തിലകപ്പെടുന്നത്? മറ്റുള്ള പക്ഷികളിൽ നിന്നും പ്രാവിനൊരു വ്യത്യാസമുണ്ട്. ഇനി അതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് പഠിച്ചുകൊള്ളണം. ഒരു കാട്ടിൽ 53 ഒരു കാട്ടിൽ ഒരു മരത്തിൽ കൂടുവെച്ച് ഒരു പ്രാവ് തൻ്റെ പെൺപ്രാവിനോടൊത്ത് പല വർഷങ്ങൾ വസിച്ചു പോന്നു. ഒരു കാട്ടിൽ ഒരു മരത്തിൽ കൂടുവെച്ചിട്ട് ഒരു ആൺപ്രാവും പെൺപ്രാവും കുറേ കാലം താമസിച്ചിരുന്നു. ഒരു ഉദാഹരണം വെച്ച് പറയുകയാണ്. 54 അവർ പ്രേമബദ്ധരായ മനസ്സോടെ, ഭയങ്കര പ്രേമമാണ് പ്രാവുകൾക്ക്, ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൽ അനുഷ്ഠിച്ച്, ഗൃഹസ്ഥാശ്രമ ധർമ്മമെല്ലാം കുടുംബജീവിതം അനുഷ്ഠിച്ചിട്ട് ദൃഷ്ടിയെ ദൃഷ്ടി കൊണ്ടും കണ്ണും നോക്കിയിരിക്കും പ്രാവ്. ദേഹം കൊണ്ടും, ദേഹവും ഇങ്ങനെ ചേർന്നാണ് അതിരിക്കുക. ബുദ്ധിയെ ബുദ്ധി കൊണ്ടും ഒന്നായി ജീവിച്ചു. രണ്ടും ചേർന്നിട്ട്, ബുദ്ധി ഒന്നാണ്, ശരീരം ഒന്നുപോലെ ചേർന്നിരിക്കും, നോക്കിക്കൊണ്ട് ഇരിക്കും. ഇവന്മാരുടെ ഋഷികൾ ഇതെല്ലാം നോക്കിക്കൊണ്ടായിരുന്നു ഇരുന്നിരുന്നത്. അതുകൊണ്ട് നല്ല ഉദാഹരണങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. 55 നിർഭയനായി, ഒരു ഭയമില്ലാതെ ദമ്പതികളായി ഇരുന്നും കിടന്നും സഞ്ചരിച്ചും സംസാരിച്ചും ഊണ് കഴിച്ചും ആ മരത്തിൽ കഴിച്ചു. പ്രാവിൻ്റെയാണ് പറയുന്നത്. അതുപോലെയുള്ള മനുഷ്യരെയും വെച്ചുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഊണ് കഴിച്ചു എന്നല്ല. നിർഭയരായിട്ട് ദമ്പതികളായി ഇരിക്കുമ്പോഴും ഒരേ സമയം, കിടക്കുമ്പോഴും ഒരേപോലെ, സഞ്ചരിക്കുമ്പോഴും ഒന്നിച്ച് സഞ്ചരിക്കൂ, സംസാരിച്ചുകൊണ്ടും ഊണ് കഴിച്ചും ആ മരത്തിൽ കഴിച്ചു. ജിതേന്ദ്രിയനല്ലാത്ത ആ ആൺപ്രാവ്, 56 പറയുകയാണ്, ജിതേന്ദ്രിയനല്ലാത്ത ആ ആൺപ്രാവ് പെൺപ്രാവിൻ്റെ ആഗ്രഹങ്ങളെല്ലാം വളരെ കഷ്ടപ്പെട്ട് പൂർത്തി ചെയ്തു. പെൺപ്രാവിന് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അതെല്ലാം പാടുപെട്ട് കഷ്ടപ്പെട്ടിട്ടാണ് പൂർത്തീകരിച്ച് കൊടുക്കുന്നത്. 57 ആദ്യ ഗർഭം ധരിച്ച പതിവ്രതയായ പെൺപ്രാവ്, ആദ്യ ഗർഭം ധരിച്ച പതിവ്രതയായ പെൺപ്രാവാണ്. കണ്ടകട്ടപ്പുറമൊന്നും പോകുന്നതല്ല. പ്രാവെപ്പോഴും ജോഡിയായിട്ടാണ് നിൽക്കുക, വേറെ കണ്ടപ്പുറമൊന്നും പോവില്ല. അതുകൊണ്ട് ആദ്യ ഗർഭം ധരിച്ച പതിവ്രതയായ പെൺപ്രാവ് പ്രസവ സമയം കൂട്ടിൽ തൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ മുട്ടയിട്ടു.
അവൻ്റെ ഭർത്താവിൻ്റെ മുമ്പ് തന്നെയാണ് മുട്ടയിട്ട് കൊടുത്തത്. 58 ആ മുട്ടകളിൽ ആ മുട്ടേൻ്റെ അകത്ത് ശ്രീഹരി തക്ക സമയത്ത് രോമങ്ങളോട് കൂടിയ കുട്ടികളെ ജനിപ്പിച്ചു. അത് ജനിപ്പിക്കുന്നതല്ല ശ്രീഹരിയാണ്, അല്ല പ്രാവുകളൊന്നല്ല, ജനിപ്പിക്കുന്നത് ശ്രീഹരിയാണ്. ആ കുട്ടികളുടെ ശബ്ദവും മധുരമായ വാക്കും കേട്ട് സുഖം പ്രാപിച്ച ദമ്പതികൾ അവയെ വളർത്തി. അവയുടെ ശബ്ദവും മധുരമായ വാക്കുകളെല്ലാം കേട്ടിട്ട് സന്തോഷിച്ചുകൊണ്ട് ആ ദമ്പതികൾ അവയെ വളർത്തി. 60 അവളുടെ സുന്ദരമായ പക്ഷങ്ങളാലും അതിൻ്റെ ചിറവ് അത് ഇതെല്ലായിട്ടും ശബ്ദങ്ങളാലും നല്ല ശബ്ദം ആ കുട്ടികൾ പുറപ്പെടുവിക്കുമ്പോൾ മനോഹരമായ ചേഷ്ടകളാലും പല ചേഷ്ടകളും അവിടെ ഇരുന്നിട്ട് കാണിക്കും. തങ്ങൾ നേരെ ഓടി വരുന്നതെല്ലാം ആ ഓട്ടമെല്ലാം കണ്ടാൽ മതി. ഇവരെ കാണുമ്പോൾ ആ പ്രാവിൻ്റെ കുട്ടികൾ ഓടി വരും അവരുടെ അടുത്ത്. ഈ ആ ഓട്ടമെല്ലാം കാണുമ്പോൾ ആ ദമ്പതികൾ ആനന്ദിച്ചു. ആ ഓട്ടമെല്ലാം കണ്ടപ്പോൾ അവർക്ക് വലിയ ആനന്ദമുണ്ടായി. ഇനി 61 വിഷ്ണുമായാൽ മോഹിതരായ വിഷ്ണു ഇവന്മാരെയെല്ലാം മോഹിപ്പിക്കുകയാണ്, പക്ഷികളെ അടക്കം പ്രാവുകളെ അടക്കം. വിഷ്ണുമായാൽ മോഹിതരായ അവർ തമ്മിൽ തമ്മിൽ സ്നേഹബന്ധിതരായി കുഞ്ഞുങ്ങളെ വളർത്തി. വളരെ സ്നേഹത്തോടുകൂടി അവർ കുഞ്ഞുങ്ങളെ വളർത്തി. 62 ഒരു ദിവസം ആ ദമ്പതികൾ കുഞ്ഞുങ്ങൾക്ക് ആഹാരത്തിനായി പുറത്തു പോയി. ആ കുട്ടിയുടെ ആഹാരത്തിനായി 4 പേരും കുറേ സമയം ചെലവഴിക്കേണ്ടി വന്നു ആ കുട്ടിയെ കൊടുക്കാൻ വേണ്ടി ഭക്ഷണത്തിന്. 63 കാട്ടിൽ ആ സമയത്ത് സഞ്ചരിച്ച ഒരു വേടൻ കൂടിനരികിൽ സഞ്ചരിക്കുന്ന ആ പ്രാവിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടു അവയെ വലവിരിച്ചു പിടിച്ചു. അപ്പോൾ തൻ്റെ വീട്ടിൻ്റെ അടുത്ത് വേടൻ്റെ അടുത്ത് ഈ കുഞ്ഞുങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നിടപ്പോൾ അവൻ വല വെച്ചിട്ട് അതിനെ പിടിച്ചു. ആ ദമ്പതികൾ ഇരുട്ടായി തിരിച്ചു വന്നപ്പോൾ 64 65 ആര് ആൺപ്രാവും പെൺപ്രാവും, അതാണ് ദമ്പതികൾ. ഇരുട്ടായി ഭക്ഷണവുമായിട്ട് തിരിച്ചു വന്നപ്പോൾ പെൺപ്രാവ് എന്താണ് കണ്ടത്? ആ കുഞ്ഞുങ്ങൾ വലയിലകപ്പെട്ട് കരയുന്നതായിട്ട് കണ്ടു. വളരെ ദുഃഖിച്ച അവരുടെ അരികിൽ പോയിട്ട് ഇരുന്നു. ആ പെൺപ്രാവും അതിൻ്റെ അടുത്ത് തന്നെ പോയി ഇരുന്നു. 66 ഭഗവാന്റെ മായയാൽ ഇതെല്ലാം തീരുമാനിച്ചിരിക്കുന്ന ആരാണ്? നമ്മളെ കാര്യം മാത്രമൊന്നുമല്ല ഭഗവാൻ തീരുമാനിക്കുന്നത്. പ്രാവിൻ്റെ കാര്യമടക്കം ബാക്ടീരിയൻ്റെ കടയടക്കം എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഭഗവാൻ. ഭഗവാന്റെ മായയാൽ അകപ്പെട്ട പെൺപ്രാവ് തൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി നിൽക്കെ തന്നെ മറന്നുപോയിരുന്നു പോയി. തന്നെ മറന്നുകൊണ്ടാണ് അവിടെ ഇരുന്നത്. അതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റി? അവളും വലയിലകപ്പെട്ടു. ഒന്നും അതിൻ്റെ തന്നെ മറന്നുകൊണ്ടാണ് അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പം അവളും വലയിൽ പെട്ടു. ആൺപ്രാവും തൻ്റെ ആത്മാവിനേക്കാൾ വളരെയധികം സ്നേഹിച്ച കുഞ്ഞുങ്ങളെയും തൻ്റെ ഭാര്യയെയും വലയിൽ കുടുങ്ങിയതായിട്ട് കണ്ടിട്ട് വളരെ ദുഃഖത്തോടെ അവിടെ കിടന്നിട്ട് നിലവിളിക്കാൻ തുടങ്ങി, വിലപിച്ചു. 68 കഷ്ടം, ദുർബുദ്ധിയോടുകൂടിയ എനിക്ക് നേരിട്ട ദുഃഖം നോക്കുക. ആൺപ്രാവ് പറയുകയാണ്, കഷ്ടമായിപ്പോയി, ദുർബുദ്ധിയോടുകൂടിയ എനിക്ക് നേരിട്ട ദുഃഖം നോക്കുക. അല്പപുണ്യത്തോടും, ചെറിയൊരു പുണ്യം എനിക്കുണ്ട്, വേണ്ട ഫലം ലഭിക്കാത്തവരും, എന്നാൽ ഞാൻ ഉദ്ദേശിച്ച ഫലങ്ങളൊന്നും ലഭിച്ചില്ല. എന്തോ ചെറിയ പുണ്യമേ ഉള്ളൂ, ജീവിതത്തിൽ ആകെ നേടിയത് എന്താണ്? ഈ ദുഃഖമാണ്, കഷ്ടപ്പാടാണ്. ഞാൻ ഉദ്ദേശിച്ച കുഞ്ഞുങ്ങളെയെല്ലാം വളർത്തി നല്ലൊരു കുടുംബജീവിതം നയിക്കണമെന്നാണ്. പക്ഷേ എന്തായി? വേണ്ട ഫലം ലഭിക്കാത്തവനും അതൃപ്തനുമായ
എൻ്റെ തൃപ്തിയെല്ലാം ഇല്ലാതെയായി. അതൃപ്തനുമായ എൻ്റെ ധർമ്മ അർത്ഥ കാമങ്ങൾക്ക് കാരണമായ ഗൃഹം എന്ന് പറയുന്നത് എന്താണ്? ഭാര്യയും മക്കളും ഉള്ളപ്പോഴല്ലേ ഗൃഹം എന്ന് പറയട്ടെ, അല്ലെങ്കിൽ പിന്നെ ഗൃഹം എന്ന് പറയട്ടെ. ഗൃഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭാര്യയും മക്കളും എന്തായി? നശിച്ചുപോയി, അവർ നഷ്ടപ്പെട്ടു പോയി. എനിക്ക് എൻ്റെ ധർമ്മവും അർത്ഥവും കാമം ഏതിലാണ് കിടക്കുന്നത്? ഗൃഹത്തിലാണ്, ഭാര്യയിലും മക്കളിലുമാണ് കിടക്കുന്നത്. 69-70 എനിക്ക് അനുരൂപി, എനിക്ക് പറ്റിയ ഭാര്യനെയാണ് കിട്ടത്, പത്നിയെ. അതേസമയം അവളെങ്ങനെയാണ്? പതിയെ ദൈവമായി വിചാരിക്കുന്നവളും. ആ മറ്റേ പെൺപ്രാവ് ഭർത്താവിന് ദൈവമായിട്ടാണ് കാണുന്നത്. ആയ ഭാര്യ ശൂന്യമായ വീട്ടിൽ, ഇനിയിപ്പോൾ ആ വീട്ടിൽ ആരില്ല? ഭാര്യയില്ല, മക്കളുമില്ല. അപ്പം ശൂന്യമായ വീട്ടിൽ എന്നെ തനിച്ചാക്കിയിട്ട് എന്ത് ചെയ്തു? കുഞ്ഞുങ്ങളോടും കൂടി അവൾ നേരെ സ്വർഗത്തിലേക്ക് പോയിരിക്കുകയാണ്. അവൾ സ്വർഗത്തിലെങ്ങ് പോയി, കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ടിട്ട് എന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട്. ഞാൻ ഭാര്യാപുത്രരഹിതനായി ദീനനായും ദുഃഖിതനായും ശൂന്യമായ വീട്ടിൽ ഇനി എങ്ങനെ ജീവിക്കും? ഇനിയിപ്പം ഞാൻ ഈ വീട്ടിൽ ഒറ്റക്ക്, അതായത് കൂട്ടിൽ ഭാര്യയുമില്ല മക്കളും ഇല്ലാതെ ഞാനെങ്ങനെ ഒറ്റക്ക് താമസിക്കും? 71 ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് ആ ആൺപ്രാവും സ്വയം ആ വലയിൽ വീണു. അതും ചിന്തിച്ചിട്ട് അവനും പോയിട്ട് ആ വലയിൽ വീണു. 72 ക്രൂരനായ ആ വേടൻ ആൺപ്രാവിനെയും പെൺപ്രാവിനെയും കുഞ്ഞുങ്ങളെയെല്ലാം ലഭിച്ച സന്തോഷത്താൽ തൻ കാര്യം സാധിച്ച സന്തോഷത്താൽ നേരെ വീട്ടിലേക്ക്, എൻ്റെ ഉദ്ദേശം നല്ല ഒരാൺപ്രാവിനെയും കിട്ടി, പെൺപ്രാവിനെയും കിട്ടി, കുറേ കുട്ടികളെയും കിട്ടി എന്ന സന്തോഷത്തോടുകൂടി അവൻ അവൻ്റെ വീട്ടിലേക്കും പോയി. 73 പറയുകയാണ്. അപ്പം പ്രാവ് പഠിപ്പിക്കുകയാണ്, ഗുരുവാണ്. ആ ഗുരു എന്താണ് പഠിപ്പിച്ചിരിക്കുന്നത്? ഈ പ്രാവുകളെ പോലെ കുടുംബസ്ഥൻ, നമ്മളുമെല്ലാം കുടുംബം നയിക്കുന്നവൻ അശാന്തോടുകൂടിയ മനസ്സോടെ ഒരിക്കലും മനസ്സിന് സമാധാനം കിട്ടില്ല. സുഖ ദുഃഖങ്ങളിൽ ലയിച്ച്, ചിലപ്പം കുറച്ച് സുഖം കിട്ടും, ചിലപ്പം അധിക സമയം ദുഃഖമായിരിക്കും. കുടുംബഭാരം നിർവഹിച്ച് ഭയങ്കര കുടുംബഭാരം ചുമന്നുകൊണ്ട് പരിവാരങ്ങളോടുകൂടി നശിക്കുന്ന, അവസാനം എല്ലായിടത്തോടും കൂടി എന്തിനെല്ലാണോ സംരക്ഷിച്ച് അതെല്ലാം കൂടിയിട്ട് നശിക്കുകയാണ്. ഇനി 74 ഇനി അത് നൽകുന്ന സന്ദേശം എന്താണ്? തുറന്നു വെക്കപ്പെട്ട മോക്ഷരൂപമായ വാതിലോടുകൂടിയ മാനവജന്മം ലഭിച്ചിട്ടും മാനവജന്മത്തിലൂടെ മാത്രമേ ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ പറ്റുകയുള്ളൂ. അതിനുള്ള ജന്മം ലഭിച്ചു, അതിൻ്റെ മുമ്പിലെ കവാടം തുറന്നിരിക്കുന്നമാര് മോക്ഷപ്രാപ്തിക്കുള്ള വാതിലുകളെല്ലാം തുറന്നു വെച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് കയറി കൊടുത്താൽ മതി. എങ്ങനെ? കുടുംബങ്ങളെയെല്ലാം ഉപേക്ഷിച്ചിട്ട്, ഉടുതുണി അടക്കം ഉപേക്ഷിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് ബ്രഹ്മസാക്ഷാത്കാരത്തിനായി ആ വാതിലൂടെ കയറി പോയാൽ മതി. അത് ചെയ്യാതെ ലഭിച്ചിട്ടും ഏവൻ പ്രാവ് പോലെ വീട്ടിൽ ബന്ധനസ്ഥനായിരിക്കുന്നുവോ, അവൻ്റെ കുടുംബകാര്യങ്ങളിൽ ബന്ധനസ്ഥനായിട്ട് കുടുംബകാര്യങ്ങളെല്ലാം നോക്കി നടക്കുമെന്ന് ബന്ധനത്തിലകപ്പെടുക എന്ന് തന്നെയാണ്. അവനെ ആരൂഢ പതിതനായിട്ട് വിചാരിക്കുന്നു. അവൻ അല്പജ്ഞാനി തന്നെയാണ്. കാരണം ജീവിതം വെറുതെ നിസ്സാരമായ ജീവിതത്തെ അവൻ തുലക്കുകയാണ്, അറിഞ്ഞുകൊണ്ട് തന്നെ തുലക്കുകയാണ്. കാരണം അതിൽ നിന്ന് രക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ എന്ത് അധ്വാനിച്ചിട്ട് എന്ത് നേടിക്കഴിഞ്ഞാൽ അവസാനം മരണം വരെയുള്ളൂ. മരണം കഴിഞ്ഞ് ഇതെല്ലാം പോയി, എല്ലാം നശിച്ചു. അപ്പം ഈ പാഠമാണ് പ്രാവ് പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഓരോ ജീവിയിൽ നിന്നും പാഠം പഠിക്കുക, അതെല്ലാം ഗുരുനാഥന്മാരാണ്. നമ്മൾ തന്നെ പഠിച്ചിട്ട് സ്വയം ഉയരണം. എന്നും കുറേ ഉദാഹരണങ്ങളുണ്ട്.
അടുത്തേൽ കാണാം.